മഹാന്മാർ പറയാറുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യൻ, അത് നിങ്ങൾ ശരിക്കൊന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാം. ഒരു മുസ്ലിമായ മനുഷ്യനോട് നമ്മൾ സംസാരിക്കുമ്പോഴേ അയാളുടെ മനസ്സ് ശരിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു മനസ്സാണോ അല്ലയോ എന്നറിയാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മനസ്സിലാവും. എന്താ? ഒരാളെ നമുക്കറിയണം, അയാൾ ആരാണെന്നറിയണം, അവരുടെ ചിന്താഗതി എന്താണെന്നറിയണം, അവർ ഈ വാദിക്കുന്നതും വാശി പിടിക്കുന്നതും അതിൽ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ആ ചോദ്യം മഹാന്മാർ പറയുന്നത്, ഈ ഉമ്മത്തിലെ പാപികളായ ആളുകളെക്കുറിച്ച്, ഇപ്പോൾ കുറേ ഡ്രഗ് അഡിക്റ്റായി പോകുന്ന ആളുകൾ, വഴിതെറ്റിപ്പോകുന്ന ആളുകൾ, വിശ്വാസപരമായ വൈകല്യം സംഭവിച്ച ആളുകൾ, ഒരുപാട് സംഘടനകളുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. ഇങ്ങനെയുള്ള ആളുകൾ, അവരെക്കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം എന്ന ഒരൊറ്റ ചോദ്യം കൊണ്ട് ആ മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മറുപടിയിൽ അയാൾ പറയാണ്, അവരൊക്കെ പോയി, അവരൊക്കെ തീർന്നു, അവരൊന്നും സ്വർഗത്ത് പോവില്ല, അവരൊന്നും ഗുണം പിടിക്കില്ല, അല്ലെങ്കിൽ അവരൊക്കെ തെറ്റാണ്, അവരൊക്കെ അള്ളാഹുവിൻ്റെ കോപം വാങ്ങുന്ന ആളുകളാണ്, അതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അവരൊന്നും രക്ഷപ്പെടില്ല. പാപികളായ ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ എതിർപക്ഷത്തുള്ളവരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെക്കുറിച്ച് നിരാശാജനകമായി ഒരു മുഅ്മിൻ സംസാരിക്കൂല എന്നാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ, പടച്ചവൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അയാൾ പറയാം, അള്ളാഹു അവരെ നന്നാക്കട്ടെ, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, അവർക്ക് സ്വർഗം പ്രാപിക്കാനുള്ള വഴിയുണ്ടാകട്ടെ, അവരെ അള്ളാഹു തആല ഹിദായത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരട്ടെ, അവർക്കല്ല പുറത്തു കൊടുക്കട്ടെ. ആ ഒരു റഹ്മത്തിൻ്റെ ഒരാശയം ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഖൽബ് അള്ളാഹുമായി കണക്ട് ചെയ്ത ഖൽബാണെന്നാണ്. കാരണം അള്ളാഹു ഗഫൂറുർ റഹീമാണ്. ഈ കാരുണ്യം മനുഷ്യരെ താഴെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. നമ്മളാരും ആരെയും വിധി പറയാൻ ആളുകളല്ല. ആണോ? അല്ല. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണുപോയാൽ നമ്മൾ ആ മനുഷ്യനെ കിണറ്റിൽ നിന്ന് പിടിച്ച് പൊക്കിയെടുക്കൂലേ? ഒരു മനുഷ്യൻ തെറ്റിലേക്ക് പോയാൽ, ഒരു മനുഷ്യൻ വഴിതെറ്റിപ്പോയാൽ, ഏതെങ്കിലും ചാബല്യങ്ങളിൽ പെട്ടുപോയാൽ, ആ മനുഷ്യൻ അള്ളാഹുവെ നേർവഴിയിലേക്ക് നീ കൊണ്ടുവരണേ, ആ മനുഷ്യനെ നന്നാക്കി കൊടുക്കണമേ, ആ പെണ്ണിനെ, ആ ആണിനെ, ആ കുട്ടിയെ, ആ വിദ്യാർത്ഥിയെ പടച്ചവനെ നീ ഖൈറിലേക്ക് എത്തിച്ചു കൊടുക്ക്, മാപ്പ് ചെയ്ത് കൊടുക്ക് റബ്ബേ, കഴുകി ശുദ്ധിയാക്കി കൊടുക്ക് എന്നുമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ പറയാൻ. അങ്ങനെ പറയാൻ പാടുള്ളൂ. അപ്പോൾ മനസ്സിലാകും ആ മനുഷ്യൻ്റെ ഖൽബ് ശരിക്കും പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്ന ഖൽബാണോ അല്ലയോ എന്ന്. മൗലാന മുത്തവല്ലി ഷഅറാവി റഹിമഹുല്ലാ 2000-ലെങ്ങാനും ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗം ലോകത്തോട് വിട പറഞ്ഞ മുസ്ലിം ഉമ്മത്ത് ഈ അടുത്ത കാലം വരെ കണ്ടതിൽ പ്രഗത്ഭനായ അഹ്ലുസുന്നയുടെ ആലിമായിരുന്നു, ഈജിപ്തുകാരനായിരുന്ന മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹിമഹുല്ലാ. അദ്ദേഹം ഇതുപോലെ ഒരാളോടൊരു സംസാരം വന്നപ്പോഴേ മഹാൻ ഈ ഒരു ചോദ്യം ചോദിച്ചു. എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ റിലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇവിടെ കാസിനോകളിലും ക്ലബ്ബുകളിലും പബ്ബുകളിലും അതുപോലെ തന്നെ ഈ മദ്യലഹരി വ്യഭിചാരശാലകളിലൊക്കെ നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയി ഇപ്പോൾ ബോംബിട്ടേനെ എന്ന് പറഞ്ഞിടോ, നീ ഒരു മുസ്ലിമല്ലേ, അവരെ നീ അങ്ങനെ ബോംബിട്ട് കളഞ്ഞ് അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ നരകത്തിലേക്കല്ലേ പോവുക? നീ മുസ്ലിം എന്ന നിലയ്ക്ക് നിൻ്റെ ഖൽബിൽ റഹ്മത്തോടെ അവർക്ക് തൗബ ചെയ്യാൻ നീ അവസരം കൊടുത്തോ, അവർക്ക് നീ ദഅവത്ത് ചെയ്തു കൊടുത്തോ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു കൊടുത്തോ? നീ അവരെ നരകത്തിലേക്കല്ലേ പറഞ്ഞയച്ചത്, അവരെ സ്വർഗത്തിലേക്കാക്കാൻ നിന്നെ കൊണ്ട് കഴിയുമായിരുന്നില്ലേ എന്ന് ചോദിച്ചതാണ്. മുഅ്മിനീങ്ങൾ ഈ ഒരു വിശാലമായ തലത്തിൽ ചിന്തിക്കേണ്ടവരാണ്. നമ്മുടെ ഹൃദയം അങ്ങനെയാണ്. നമ്മുടെ ആലിമീങ്ങൾ എന്താ പറയാമെന്നറിയോ? ഒരു കാഫിറായ മനുഷ്യനെ പോലും നമ്മൾ സ്നേഹിക്കണമെന്ന. എന്തുകൊണ്ടെന്നറിയോ? ആ കാഫിറായ മനുഷ്യൻ്റെ ശരീരം അള്ളാഹു റൂഹുദിയ ശരീരമാണ്, അത് അള്ളാഹിൻ്റെ ഖൽഖാണ്. പക്ഷേ അവരുടെ വിശ്വാസം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ വിശ്വാസത്തോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം, അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങളോട് ആചാരങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം. പക്ഷേ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹിൻ്റെ ഖൽഖാണ്, അല്ലേ? വനഫഖ്തു ഫീഹി മിർ റൂഹി, ഞാൻ എൻ്റെ റൂഹ് ഊതി കൊടുത്തു എന്ന് അള്ളാഹു പറഞ്ഞത് മനുഷ്യനെക്കുറിച്ചാണ്.
അങ്ങനത്തെ മനുഷ്യൻ തന്നെയല്ലേ ഏത് ജാതിക്കാരനും ഏത് മതവിശ്വാസിയും. അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ ബഹുമാനിക്കണമെന്ന അവരിലെ ആശയങ്ങളോട് വിയോജിപ്പുണ്ടാകാം. പക്ഷെ ആ വിയോജിപ്പ് ആ മനുഷ്യനെന്ന സൃഷ്ടിയെ നമുക്ക് വെറുക്കാൻ പാടില്ല എന്നാണ്. അവരുടെ ആശയങ്ങളെ വെറുക്കാം, അല്ലെങ്കിൽ എതിർപ്പുണ്ടാകാം, നമുക്ക് വിയോജിപ്പുണ്ടാകാം, സ്വാഭാവികമാണ്. വെറുക്കാൻ പാടില്ലെന്നാണ്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ. ഇതാണ് തസൗഫിൻ്റെ ആലിമീങ്ങൾ പഠിപ്പിക്കുക. ഈ വിശ്വാസമാണ് ലോകത്ത് ഇസ്ലാമിനെ വളർത്തിയത്. ഈ കാഴ്ചപ്പാടാണ് അള്ളാഹുവിൻ്റെ ദീനിന് ഇവിടെ വളർച്ചയുണ്ടാക്കി തന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഹിജ്റയെക്കുറിച്ചാണ്. 1448 വർഷത്തിലേക്ക് ഹിജ്റ വർഷം കടന്നിരിക്കുകയാണ്. 1448 അല്ലേ? മുഹറം മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമുക്ക് അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ ഫാതിഹത ഖൈറിൻ ലനാ വലിൽ ബിലാദി വൽ ഇബാദി ജമീഅ. അള്ളാഹു സർവർക്കും, സർവ്വനാടുകൾക്കും, സർവ്വരാജ്യങ്ങൾക്കും, സർവ്വ മനുഷ്യർക്കും, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ സഹോദര സഹോദരങ്ങൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു ഇതൊരു നല്ല ഖൈറിൻ്റെ തുടക്കമായി അള്ളാഹു മാറ്റിത്തരട്ടെ. പ്രപഞ്ചം സൃഷ്ടിച്ചയിടം മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളായി ഈ പ്രപഞ്ചത്തിൻ്റെ കറക്കങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു. 30 ഏകദേശം ദിവസങ്ങളായി 12 മാസങ്ങൾ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. പടച്ചവൻ പ്രപഞ്ചം പടച്ചത് മുതൽ തന്നെ അങ്ങനെയാണ്. അതിൽ നമ്മുടെ ഇസ്ലാമിൻ്റെ കലണ്ടർ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ സ്വഹാബികൾ ആലോചിച്ചു, നമുക്ക് കലണ്ടർ വേണ്ടേ? ക്രിസ്ത്യാനികൾക്ക് കലണ്ടറുണ്ട്, ജൂതന്മാർക്ക് അവരുടേതായ അന്ന് കലണ്ടർ ഉണ്ടായിരുന്നു, നമുക്ക് ഇന്ത്യക്കാർക്ക് കലണ്ടർ, ചൈനക്കാർക്ക് കലണ്ടറുണ്ട്, ഓരോ രാജ്യങ്ങൾക്കും ഓരോ കൾച്ചറിനും കലണ്ടറുണ്ട്. നമുക്കൊരു കലണ്ടർ വേണ്ടേ എന്നൊരു ചർച്ച വന്നു. അതാരാ തിരികൊളുത്തിയതെന്നറിയോ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളെന്ന് പറയുന്നത് മാഷാ അല്ലാഹ്, ഒരു നബി വരുമായിരുന്നെങ്കിൽ ഹബീബിന് ശേഷം അത് ഉമർ തങ്ങളാകുമായിരുന്നു. ഉമർ തങ്ങളുടെ റിഫോംസ് പഠിക്കേണ്ടതാണ്. അന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അന്നൊക്കെ കലണ്ടറിനെ കുറിച്ചൊക്കെ എന്ന് ആലോചിക്കാനാ? ഒരു കലണ്ടർ വേണം. അത് എന്ന് മുതലാവണം? ചർച്ച വന്നു. പലരും പറഞ്ഞു തങ്ങളുടെ മീലാദ് മുതലാകാം. തങ്ങൾ ജനിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് മുതൽ നമുക്ക് കലണ്ടർ ആരംഭിക്കാം. ചിലർ പറഞ്ഞു ആമുൽ ഫീൽ, അങ്ങനെ തന്നെ തുടരാം. ആനക്കലഹ വർഷം, തങ്ങൾ ജനിച്ച വർഷമാണത്. ചിലർ പറഞ്ഞു ഖുർആൻ്റെ വഹി വന്നത് മുതൽ നമുക്ക് കലണ്ടർ തുടങ്ങാം. പിന്നെ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, അന്ന് തങ്ങൾ ജീവിച്ചിരിപ്പില്ല, തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. നമുക്ക് ആദ്യ ദിവസം എന്ന് അള്ളാഹു പറഞ്ഞ ഒരു ആദ്യ ദിവസമുണ്ട്, അതായിക്കോട്ടെ നമ്മുടെ കലണ്ടറിൻ്റെ ആദ്യ ദിവസം. അപ്പം അന്ന് മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞ അറബ് മാസം ആ പേരിൽ നിലനിൽക്കുന്നുണ്ട്. ഹിജ്റ നടന്ന ആദ്യ നാളിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. لمسجد, ഒരു മസ്ജിദ്. മസ്ജിദ് ഖുബയെക്കുറിച്ചാണ് പറയുന്നത്. ഖുബാ മസ്ജിദ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഖുബാ മസ്ജിദ് കണ്ടവർ കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാഹ്. കാണാത്തവർക്ക് വേഗം കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മസ്ജിദ് ഖുബ, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് കല്ലുകൾ വെച്ചുണ്ടാക്കിയ ഇസ്ലാമിലെ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കാലം മുതലുള്ള ആദ്യത്തെ മസ്ജിദ്. ഇസ്ലാമിലെ ആദ്യത്തെ മസ്ജിദ് കഅബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തങ്ങളുണ്ടാക്കിയ ആദ്യത്തെ പള്ളി ഏതാ? മസ്ജിദ് ഖുബയാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മദീനത്തെ പള്ളി ഉണ്ടാക്കുന്നത്. ഒരാഴ്ച. ഖുബയിലേക്ക് വരുന്നത് എന്നാണെന്നറിയോ? തിങ്കളാഴ്ച ദിവസമാണ്. ആ ഖുബാ പള്ളിക്ക് തറക്കല്ലിട്ട ദിവസത്തെയാണ് ഖുർആൻ ആദ്യ ദിവസം എന്ന് പറഞ്ഞത്. പക്ഷെ അത് മുഹറം 1 അല്ല. ആ തറക്കല്ലിട്ട ദിവസം ഏതാണെന്നറിയോ? റബീഉൽ അവ്വൽ 12 ആയിരുന്നു. അതിലാർക്കും സംശയമില്ല. അത് തർക്കമില്ലാത്ത വിഷയമാണ്. ഖുബാ പള്ളിക്ക് തറക്കല്ലിട്ടത് റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്ന് കാലുകുത്തിയ ദിവസം റബീഉൽ അവ്വൽ 12 ആണ്. പക്ഷെ മാസം തുടങ്ങുമ്പോൾ അതിൻ്റെ മുമ്പ് 2 മാസം ഇപ്പുറത്ത് തുടങ്ങും, മുഹറം മുതൽ തുടങ്ങും. പക്ഷേ സംഗതി കലണ്ടറിൻ്റെ നിദാനമായ സംഭവം നടക്കുന്നത് റബീഉൽ അവ്വൽ 12 തങ്ങളുടെ വഫാത്തും അന്നാണ്, തങ്ങൾ ജനിച്ചതും അന്ന് തന്നെയാണ്. അപ്പോൾ ഒരു കോറിലേഷൻ അവിടെ ഉണ്ട്, ഒരു ബന്ധമുണ്ട് അവിടെ, അല്ലേ?
തങ്ങളുടെ ജനനം റബീഉൽ അവ്വൽ 12, അവിടുന്ന് വഫാത്തായത് റബീഉൽ അവ്വൽ 12, ഹിജറ റബീഉൽ അവ്വൽ 12-നാണ്. നമ്മൾ വിചാരിക്കും മുഹറത്തിലാണ് ഹിജറ തുടങ്ങിയത് എന്നല്ല, ഹിജറ റബീഉൽ അവ്വൽ 12-നാണ് തങ്ങൾ മദീനയിലേക്ക് കാലുകുത്തിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലമസ്ജിദുൻ, ഏതൊരു മസ്ജിദാണോ ഉസ്സിസ അല തഖ്വാ, അള്ളാഹുവിനെ പടച്ചതമ്പുരാനെ ബോധിക്കുവാനും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും വേണ്ടി, മിൻ ഔവലി യൗമിൻ, ആദ്യ ദിവസം മുതൽ ഏത് മസ്ജിദാണോ അള്ളാഹുവിൻ്റെ തഖ്വയിൽ സ്ഥാപിതമായിട്ടുള്ളത് ആ പള്ളിയിലാണ് നബിയെ അങ്ങ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഇപ്പുറത്ത് വേറെ പള്ളിയെക്കുറിച്ച് വന്ന ചർച്ചയാണത്, മസ്ജിദുൽ ദിറാർ. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കുകൾ ഉണ്ടാക്കിയൊരു പള്ളിയിലേക്ക് തങ്ങളെ ഉദ്ഘാടനത്തിന് വിളിച്ചു. ഇപ്പോൾ ഖുർആൻ പറഞ്ഞു തങ്ങളെ പോകണ്ട, അവിടെ പോകണ്ട. അത് ദിറാറൻ വ തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളെ വേർപിരിക്കാനും സംഘങ്ങളാക്കാനും സംഘടനയാക്കാനും വേണ്ടി വേർപിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നല്ല സംഘടനയല്ല, വേർപിരിക്കാൻ വേണ്ടി, വിഘടനമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ്. അവിടെ പോകേണ്ട നബിയെ, അങ്ങ് മസ്ജിദ് ഖുബയിൽ നിസ്കരിച്ചാൽ മതി. എന്നാൽ ഖുബാ പള്ളിയിൽ നിന്നൊരു 100 മീറ്റർ ഉള്ളൂ ഈ പള്ളിക്ക്, അപ്പോൾ അവിടേക്ക് അങ്ങ് പോകരുത് എന്ന് പറഞ്ഞ് തങ്ങളെ വിലക്കുകയും, ആദ്യ ദിവസം മുതൽ തഖ്വയിൽ ഉണ്ടാക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദ് ഖുബ, അവിടെയാണ് അങ്ങ് പോവേണ്ടത്. എന്നാൽ അവിടെ ഒരു കാരണം പറഞ്ഞു, എന്താ പറയുക, ഫീഹി റിജാലുൻ, ആ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന പുരുഷന്മാർ ആരാന്നറിയോ, യുഹിബ്ബൂന അൻ യതതഹറു, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, അവർ അധികം ശുദ്ധി വരുത്താൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കല്ലുകൊണ്ട് മനോഹരിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, കല്ലുകൊണ്ട് മനോഹരിച്ചതിന് ശേഷം അവർ വെള്ളം കൂടെ ഉപയോഗിച്ചവരായിരുന്നു എന്നാണ് അധിക ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അപ്പോൾ ടിഷ്യൂ ഉപയോഗിച്ചാലും എന്ത് ചെയ്യണം, വെള്ളം കൊണ്ട് കഴുകുക, വെള്ളം അവൈലബിൾ ആണെങ്കിൽ. വേറെ ടിഷ്യൂ ഉപയോഗിച്ചാൽ അതൊക്കെ നിസ്കരിക്കാം, മൂത്രമൊഴിച്ചു വൃത്തിയാക്കാൻ പറ്റും. കല്ലുകൊണ്ട് മൂത്രമൊഴിച്ച് വൃത്തിയാക്കിയാൽ വരെ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന. ഇപ്പം നമ്മൾ ചില നാടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ടാപ്പ് കിട്ടൂല, വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അത് വേറെ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും, ടിഷ്യൂ ഉണ്ടാവുള്ളൂ. ഫ്ലൈറ്റിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, വെള്ളം ഉപയോഗിക്കാൻ കിട്ടൂല, ടിഷ്യൂ ഉപയോഗിച്ചൂടെ, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചില വസ്വാസമുള്ളവർക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ സമാധാനമാവില്ല. അത് പറ്റൂല എന്ന് തന്നെ പറയണം. നിങ്ങൾ ആ ഫ്ലൈറ്റിൻ്റെ ടാങ്കൊക്കെ കുത്തിപ്പൊട്ടിച്ച് വെള്ളം എടുത്തുള്ളി എന്ന് തന്നെ പറയേണ്ടി വരും. പറ്റും, കുഴപ്പമില്ല, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ, നിസ്കരിക്കാം. പക്ഷെ വെള്ളം കൂടെ അതിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശുദ്ധി വരുത്തലാണ്, അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഖുബാ പള്ളിയിൽ വരുന്ന ആൾക്കാർ അങ്ങനെയായിരുന്നു എന്നാ. അതുകൊണ്ടാണ് യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അങ്ങനെ അധിക ശുദ്ധി വരുത്തുന്ന ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. വസ്വാസ് ചെയ്യുന്നവരെ ഇഷ്ടമാണെന്നല്ല ഈ പറഞ്ഞതേ, വസ്വാസാക്കാനല്ല പറയുന്നത്. പക്ഷേ ബോഡി ഹൈജീൻ, ശരീരം ശുദ്ധി വരുത്തുക എന്നത് ഒരു വലിയ വിഷയമാണ്. ഖുബാ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നിരുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്തിരുന്നവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടാണ് ആ പള്ളിയുടെ ആദ്യ ദിവസത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതാണ് നമ്മുടെ കലണ്ടർ, അവിടെ മുതൽ ആയിക്കോട്ടെ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കാലുകുത്തിയിട്ട് ഇന്നേക്ക് എത്ര വർഷമായി? അപ്പോൾ 1448 വർഷമാണിത്. ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചിട്ട് എത്ര വർഷമായി? ഈസാ നബി ജനിച്ചിട്ട് 2026 വർഷം. അതാണ് നമ്മുടെ സോളാർ കലണ്ടറിലെ ക്രിസ്ത്യൻ കലണ്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന കലണ്ടറിലെ കൂടുതൽ ഉപയോഗിക്കുന്ന കലണ്ടർ ഈസാ നബി ജനിച്ചത് മുതലാണ്. ഹിജ്റ എന്ന് പറയുന്നത് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഏറ്റവും പ്രയാസപ്പെട്ട് കഴിഞ്ഞ 3 ദിവസങ്ങളാണ്. ഒരു മനുഷ്യന് ദുന്യാവിൽ കിട്ടാവുന്ന കിടന്നുറങ്ങാനും ഒന്ന് ചാഞ്ഞു കിടക്കാനും പറ്റുന്ന ഇടങ്ങളിൽ, മനുഷ്യൻ്റെ വീടെന്ന് പറയുന്നത് വജഅല ലക്കും മിൻ ബുയൂതിക്കും സകന, നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു ആശ്വാസം തന്നു. വീടിൽ ആശ്വാസമുള്ള സ്ഥലമാണ് അല്ലേ? മുഅ്മിനായ മനുഷ്യൻ്റെ സആദത്തിൽപ്പെട്ടതാണ് അൽ മൻസിലുൽ വാസിഉ, വിശാലമായ വീട്. വൽ മർകബുൽ ഹനീഉ, ആശ്വാസം തരുന്ന വാഹനം. വൽ ജാറു സ്വാലിഹ്, നല്ല അയൽവാസി. പിന്നെ പറഞ്ഞു അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യ. ഇത് 4 ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സൗഭാഗ്യമാണ്. അതിൽ പറഞ്ഞു മൻസിഉൽ വാസിഉ, വിശാലതയുള്ള വീട്. അവനവൻ്റെ കഴിവിനോ നിഅമത്തിനനുസരിച്ച് ഒരു മനുഷ്യന് വീടുണ്ടാക്കിയാൽ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല, അഹങ്കരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. തങ്ങൾ താമസിച്ച അവിടുത്തെ ജീവിതത്തിലെ 3 ദിവസമാണ് ഏറ്റവും സങ്കുചിതമായ ഒരിടത്ത് നബി തങ്ങൾ താമസിച്ചത്. അതെവിടെയാണെന്നറിയോ? പരിശുദ്ധമായ ഗാർ സൗറിലാണത്, സൗർ ഗുഹയിലാണത്.
സൗർ ഗുഹ എന്ന് പറയുന്നത് മക്കയുടെ സൗത്ത് ഈസ്റ്റിലാണ്. മദീന എന്ന് പറഞ്ഞത് നോർത്ത് വെസ്റ്റാണ്. ഹിജ്റ പോകുന്ന സമയം ശത്രുക്കൾക്ക് പിടികൊടുക്കാതിരിക്കാൻ തങ്ങൾ എതിർവശത്തേക്ക് സഞ്ചരിച്ചു. അറിയാലോ, ശത്രുക്കൾക്ക് പിടികൊടുക്കാൻ നെഞ്ചുരിച്ച് നടക്കാൻ പാടില്ല എന്നാ. ഒളിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ഒളിച്ചിരിക്കണം. തടി രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുത്തണം. ഞാൻ വലിയ ധൈര്യവാനാന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല എന്നാ. അബദ്ധം ചെയ്യരുതെന്നാ തങ്ങൾ സ്വല്ലല്ലാഹു ഞങ്ങൾക്ക് പറഞ്ഞൂടെ, ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ്, അള്ളാഹു എന്നെ ഇസ്രാ കൊണ്ടുപോയിട്ടുണ്ട്. ഇസ്രാ നടക്കിയതിന് ശേഷമല്ലേ ഹിജ്റ പോകുന്നത്. അള്ളാഹു തആല ഹബീബായ തങ്ങളെ 7 ആകാശങ്ങളും അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയ ഇസ്രാഇൻ്റെ ശേഷമാണ് തങ്ങൾ ഹിജ്റ പോകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹിജ്റ പോകുമ്പോഴേ തങ്ങൾ പ്രിക്കോഷൻസ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ നിബിധങ്ങൾ പാലിച്ചു എന്നാ. അത് തവക്കുലിൻ്റെ ഭാഗമാണ്. അത് തവക്കുലാണ്. ഒരാളിപ്പോൾ നാട്ടിൽ നിന്ന് വിസിറ്റ് വന്നിരിക്കുകയാണ്, ജോലി വേണം, റൂം കുത്തിരിക്കാൻ ഞാൻ തവക്കുലാക്കിയിരിക്കുകയാണ്. മുഴുവൻ സമയം പള്ളിയിൽ തന്നെയാണ്. എന്താ, ഞാൻ തവക്കുലാക്കിയിരിക്കുകയാണ്. ഒരു CV കൊണ്ടേ കൊടുക്കണില്ല, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യില്ല, ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യൂല. അതെന്ത് തവക്കുൽ? അതിന് തവാക്കുൽ എന്നാ പറയാ. തവക്കുലും തവാക്കുലുമുണ്ട്. തവാക്കുൽ എന്ന് പറഞ്ഞാൽ ഒരു പണിയും അസ്ബാബുകൾ ചെയ്യാതെ കാത്തിരിക്കുക, അത് ചെയ്യാൻ പാടില്ല എന്നാ. തവക്കുൽ ചെയ്യാൻ തങ്ങളുടെ തവക്കുലാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങൾ താമസിച്ച 3 ദിവസം കഷ്ടപ്പെട്ട് താമസിച്ച, അതിലത്ഭുതം എന്താ അറിയോ, ഒരു ജൂലൈ മാസത്തിലായിരുന്നു ഹിജ്റ നടന്നത് എന്നാ. നമ്മളിപ്പോൾ ജൂലൈക്ക് എത്താനായി. എന്താ ചൂട്! ഞങ്ങൾക്ക് ജിദ്ദയിൽ ഇത്ര ചൂടില്ല കേട്ടോ. പക്ഷേ മക്കത്ത് ടെമ്പറേച്ചർ ഹൈ ആണ്, റിയാദിൽ ഹൈ ആണ്, ദമാമിൽ ഹൈ ആണ്, ബഹ്റൈനിൽ ഇവിടെയൊക്കെ ഹൈ ആണ്. ഈ ചൂട്, ജൂലൈ മാസത്തെ ചൂടെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തായിരിക്കും. തങ്ങൾ താമസിച്ച ഈ ഗുഹ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും അത്രേ ഉള്ളൂ. ഒരു 1.25-1.5 മീറ്ററിൻ്റെ ഒരു സൗകര്യത്തിൽ ഒരു മനുഷ്യന് ചുരുണ്ട് മടങ്ങി കിടക്കാൻ പറ്റുന്ന ഒരിടമാണ് സൗർ. അവിടെ 3 ദിവസം നബി തങ്ങൾ താമസിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹു ആ പ്രയാസത്തിൽ നിന്ന് മറികടക്കാനുള്ള വഴി പടച്ച് എളുപ്പാക്കി തരുന്നതാണ്. എത്രത്തോളം രാത്രി ഇരുട്ടി വരുന്നുണ്ടോ അതിനനുസരിച്ച് പ്രകാശത്തിൻ്റെ വെള്ളക്കീറിങ്ങനെ കണ്ടു തുടങ്ങി പ്രഭ വന്നു തുടങ്ങുന്നതാണ്. എത്രത്തോളം നമുക്ക് മുസീബത്ത് കൂടുതൽ വരുന്നുണ്ടോ അത് മുസീബത്ത് വരുന്നത് ഒരു ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൗകര്യത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ തുടക്കമാണെന്നാണ്. ആ 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുഖമൂലകളിലേക്ക് പരക്കുന്നത്. ഹിജ്റ എന്നത് വിജയമാണ്. ഹിജ്റ എന്നത് ഫതഹാണ്, അള്ളാഹു നൽകിയ വിജയമാണ്. ആ വിജയം നടന്നത് ഏറ്റവും സങ്കുചിതമായ ഒരിടത്ത് നബി തങ്ങൾ നിന്നപ്പോഴാണ്. തങ്ങൾക്ക് വേണ്ടി താമസിക്കാൻ വീടുകളായ വീടുകൾ മുഴുവനും യാ റസൂലല്ലാഹ് ഇൻസിൽ ഇൻദന, ഞങ്ങളടുത്ത് താമസിക്കൂ ഹബീബേ സ്വല്ലല്ലാഹു നഹ്നു ഇൻദനൽ മനഅ വൽ മനഹ, ഞങ്ങൾക്ക് അങ്ങയെ സംരക്ഷിക്കാൻ പറ്റും നബിയെ, ഞങ്ങൾക്ക് കരുത്തുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്കണേ എന്ന് മദീനക്കാർ മുഴുവനും ഹബീബിനെ വിളിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ ആഗ്രഹിച്ചു ഹബീബിനെ കിട്ടാൻ വേണ്ടി. എവിടുന്നായി വരുന്നത്? ഏറ്റവും സങ്കുചിതമായൊരു അവിടെ നിന്ന് ഇസ്ലാം അങ്ങ് വളർന്നു. മദീനയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രചരണത്തിൻ്റെ, ദഅവത്തിൻ്റെ ഏറ്റവും നിർണായകമായൊരു വിഷയം. അവിടെ നിന്നാണ് ഇസ്ലാം വളർന്നത്. മദീനയിലെത്തിയപ്പോഴാണ് വളർന്നത്. മക്കയിൽ വളർച്ചയില്ല എന്നല്ല, ഒരു 250 മെമ്പർമാരേ ആയിട്ടുള്ളൂ. അവരെയും കൊണ്ടാണ് ഹിജ്റ വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹിജ്റയുടെ, മദീനയുടെ മക്ക ജീവിതത്തിലെ ആദ്യകാലത്തെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹിജ്റ എന്നതൊരു പലായനമാണ്. ഉള്ളത് ഇട്ടേച്ചുകൊണ്ട് ഓടുകയാണത്. ഉള്ളത് ഇട്ടേച്ചുകൊണ്ട് ഓടിയ യാത്രയാണത്. ആ യാത്രയിലുണ്ട് മഹാനായ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു. സുഹൈബുർ റൂമി, റോമക്കാരനായ സുഹൈബ് എന്നവർ, യൂറോപ്യനാണ്. നബി തങ്ങളുടെ സ്വഹാബികളിൽ യൂറോപ്യനായ സ്വഹാബിയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. മുതലാളിയായിരുന്നു. മക്കക്കാർ മുഴുവനും അവരുടെ പൈസ കിട്ടാൻ വേണ്ടി പറഞ്ഞു നിങ്ങളെ വിടൂല എന്ന് പറഞ്ഞു മദീനത്തേക്ക്. തങ്ങളെന്താ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇസ്ലാം വളർന്ന് ഒരു രംഗത്തേക്ക് എത്തിയപ്പോൾ സ്വഹാബികളോട് പറയാ, ഇനി ഒരു ജനവാതിൽ, ഒരു വാതിൽ തുറന്നു കിട്ടണം. നമ്മളൊരിടെ തന്നെ ഇരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ കഴിയില്ല. ചില വഴികൾ തുറക്കണം നമ്മുടെ മുമ്പിൽ. ആദ്യ വഴി തുറന്നു ഹബഷയിലേക്ക് പോകാൻ, എത്യോപ്യയിലേക്ക് പോകാൻ. 70ഓളം സ്വഹാബികൾ എത്യോപ്യയിലേക്ക് പോകുന്നു, നജാഷി രാജാവിൻ്റെ അടുത്തേക്ക്. ചരിത്രം അറിയാലോ. അതിൻ്റെ ശേഷമാണ് മദീനയിലേക്കുള്ള യാത്ര. സ്വഹാബികൾ ഓരോരുത്തരെയും ആദ്യം പറഞ്ഞയച്ച മദീനക്കാർക്ക് ജുമുഅ നിസ്കരിച്ച സ്വഹാബിയാണ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. തങ്ങൾ ജുമുഅ നിസ്കരിക്കുന്നതിന് മുമ്പ് മദീനയിൽ ജുമുഅ നിസ്കാരം നടന്നു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ അഹ്സാ എന്ന് പറഞ്ഞ ഭാഗത്ത് ബനു അബ്ദ് ഖൈസ് വന്നപ്പോൾ അവർ 2ാമത്തെ ജുമുഅ നടത്തി.
മൂന്നാമത്തെ ജുമുഅക്കാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്നത്. സ്വഹാബികളൊക്കെ ആദ്യം പോയി, അവരൊക്കെ നബി തങ്ങൾ പോകാൻ പറഞ്ഞു, ഓരോരുത്തരോടും പോകാൻ പറഞ്ഞു. മുസ്അബ് ഇബ്നു ഉമൈർ എന്നവരെ സ്വഹാബികളിൽ സുമുഖനും മുതലാളിയുമായ ചെറുപ്പക്കാരനാണ്. അവർ യങ്ങാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നു പോയാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാലും ഇതിൽ മുസ്അബ് എന്നവർ പോയിരുന്നു എന്ന് പിറകെ വരുന്നവർ പറയുന്ന കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പെർഫ്യൂം അങ്ങനത്തെ പെർഫ്യൂമായിരുന്നു. അത്രയും സ്മെല്ലുള്ള പെർഫ്യൂമായിരുന്നു. ഓ, മുസ്അബ് ഇതിൽ പോയിട്ടുണ്ടല്ലേ എന്ന് പറയുന്ന. ഉമ്മ നല്ലോണം പൈസ കൊടുക്കും. ഉമ്മ മുതലാളിയായിരുന്നു, ഉമ്മ കച്ചവടക്കാരിയായിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമ അങ്ങോട്ട് ചൊല്ലിയപ്പോൾ ഉമ്മാക്കത് പിടിച്ചില്ല. മുസ്അബ് എന്നവരെ 4 ചുമരിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടു. ഉമ്മാക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ മോനും തിരിച്ചു വരണമെന്ന ആഗ്രഹം. ഭക്ഷണം കൊടുത്തില്ല, മുസ്അബ് എന്നവർ വിട്ടും കൊടുത്തില്ല. മുസ്അബ് എന്ന് പറഞ്ഞു, ഉമ്മ പറഞ്ഞു, മോനെ നീ ഇത് പോകുന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുന്നു പറഞ്ഞു. ഉമ്മ, നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് എനിക്ക് കാണാൻ ആഗ്രഹമല്ല, പക്ഷെ ഞാൻ ഹബീബായ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ ഇസ്ലാം വിട്ടിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല ഉമ്മ. അങ്ങനെ ഉമ്മ വിട്ടുകളഞ്ഞു. മുസ്അബ് റളിയല്ലാഹു അൻഹു പോകാൻ നിൽക്കുമ്പോൾ ഖുറൈശികളായ ആളുകൾ പിന്നാലെ കൂടി പൈസ വേണമെന്ന് പറഞ്ഞു. മുസ്അബ് തങ്ങൾ പറഞ്ഞു, ദാ എൻ്റെ കാശ് മുഴുവനും ഞാനിതാ ഈ പാറക്കല്ലിൻ്റെ താഴെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടതെടുത്തോ, എന്നെ തൊടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അബൂജഹൽ പറഞ്ഞു പൊയ്ക്കോട്ടെ, ഖുറൈശികളെ തടയണ്ട, പൈസ ഉണ്ടല്ലോ, നമുക്കത് പോരെ, അവർ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. മുസ്അബ് തങ്ങൾ പോയി മദീനയിലേക്കെത്തി. മദീനയിലെത്തിയപ്പോൾ മദീനക്കാർക്ക് മുഴുവനും നിസ്കാരം പഠിപ്പിക്കാനും ഒളു പഠിപ്പിക്കാനും ഈമാൻ പഠിപ്പിക്കാനും ഹബീബായ തങ്ങൾ പറഞ്ഞയച്ച ഇസ്ലാമിലെ ആദ്യത്തെ അംബാസഡർ എന്ന് ചോദിച്ചാൽ അത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. മുസ്അബ് തങ്ങൾ അവിടെ എത്തി. എല്ലാവർക്കും ദീനൊക്കെ തങ്ങൾ വരുമ്പോഴേക്കും മദീനക്കാർ നിസ്കാരമൊക്കെ പഠിച്ച് റെഡിയാണ്. പിന്നെ പോകുന്നത് മഹാനായ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു, യൂറോപ്യനാണ്. എത്ര വയസ്സെന്നറിയോ? ഹിജ്റ പോകുമ്പോൾ 120 വയസ്സാണ്. 120 വയസ്സുള്ള സ്വഹാബിയാണെന്ന് മഹാനായ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു. അവർ പറഞ്ഞു, പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞു. പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾക്ക് എൻ്റെ കാശ് പോരെ, ഇതാ എൻ്റെ കാശ് എടുത്തോ, ഇനി എന്നെ തൊടാൻ വന്നാൽ എൻ്റെ അമ്പ് കൊണ്ട് ഞാൻ നിങ്ങളെ അമ്പ് എന്ന് പറഞ്ഞ് ഈ 120-ാമത്തെ വയസ്സിൽ അമ്പും പിടിച്ചിട്ടാണ് മക്കത്ത് നിന്ന് ഇറങ്ങുന്നത്. അവർ വിട്ടില്ല. എൻ്റെ പൈസ മുഴുവൻ നിങ്ങളെടുത്തോ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ മദീനയിലേക്ക് യാത്ര ചെയ്ത സ്വഹാബിയ 120-ാമത്തെ വയസ്സിൽ മഹാനായ സുഹൈബുർ റൂമി, യൂറോപ്യനായ സുഹൈബ് റളിയല്ലാഹു അൻഹു. ആലോചിക്കണം, കാലിൽ മുട്ടുകൊണ്ട് പറ്റുമോ അത്ര ദൂരം യാത്ര ചെയ്യാൻ? 100-100 കിലോമീറ്റർ എങ്ങനത്തെ ദൂരമാണ്, ഏതൊക്കെ റൂട്ടിലൂടെ അവർ പോയത്. മദീനയിലേക്കുള്ള ഹിജ്റ ത്വരീഖുൽ ഹിജ്റ വേറൊരു റൂട്ടാണ്. ഇന്ന് പോകുന്ന മദീനയ്ക്കുള്ള ബസ് പോകുന്ന റൂട്ടല്ലത്. ഒരുപാട് മലകളും താഴ്വരകളും താണ്ടിയുള്ള യാത്രയാണത്. അവിടേക്ക് യാത്ര ചെയ്തു പോയി മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു. പിന്നെ നബി തങ്ങൾ പറഞ്ഞയച്ചു മദീനക്കാർക്ക് ദീനിന് നേതൃത്വം കൊടുക്കാൻ ഒരു സ്വഹാബിയെ. നമ്മൾ അത്ഭുതപ്പെട്ടു. 2 കണ്ണുമില്ലാത്തൊരു സ്വഹാബിയെ പറഞ്ഞയച്ചത് മദീനക്കാർക്ക് ദീൻ പഠിപ്പിക്കാൻ. ആ സ്വഹാബിയാണ് ആര്? ബാങ്ക് കൊടുത്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. അവരെക്കുറിച്ചല്ലേ ആയത്തിറങ്ങിയത്? അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ. ആ കണ്ണ് കാണാത്ത ആൾ വന്നപ്പോൾ അവിടുന്ന് മുഖം ചുളിച്ചു എന്ന് ഖുർആൻ പറഞ്ഞത് ഈ സ്വഹാബിയെക്കുറിച്ചാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഭയങ്കര ധൈര്യമായിരുന്നതാണ്. അവരൊക്കെ ആദ്യം പറഞ്ഞയച്ചിട്ടുണ്ട് മദീനത്ത് ചെന്ന് അവരൊക്കെ പഠിപ്പിക്കാൻ, എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നാണ്. എഡ്യൂക്കേറ്റ് ചെയ്യണം ആളുകളെ, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് ഒരു പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ചെയ്യേണ്ടപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എഡ്യൂക്കേഷൻ കൂടിയതുകൊണ്ടാണ് നമ്മൾ ഈ തല്ലി നടക്കുന്നത്. നമ്മൾ തല്ലിയിട്ട് നമ്മൾ പിന്നെ ചെയ്ത് കൂട്ടുന്നതൊക്കെ അല്ലാഹു ആലം, പടച്ചോൻ പുറത്ത് തരട്ടെ. നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സഹോദരങ്ങളെയാണ്, അല്ലേ? നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് നീളണം. ഇൽമ പഠിപ്പിച്ചു, അവർക്ക് ദീൻ പഠിക്കട്ടെ. ദീൻ പഠിക്കാൻ പറ്റുന്ന ആളുകളെ, സംവിധാനങ്ങൾ, മദ്രസകൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ബീഹാറിലും യു പിയിലും കശ്മീരിലും ബംഗാളിലും നമ്മളത് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? ആ ഒരു ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു ഖബൂലിയത്തും അള്ളാഹു വലിയ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനൊക്കെ സഹായിക്കുന്ന, തആവുനൊക്കെ സഹായിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അള്ളാഹു ഇതിലൊക്കെ വലിയ ഖൈർ ചെയ്യട്ടെ, വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ദൗത്യം അതാണ്. വലിയൊരു ദൗത്യമുണ്ട്.
കണ്ണു കാണാത്ത ഈ സ്വഹാബി ഹബീബ് പറഞ്ഞയച്ചു മദീനത്തേക്ക്. ഭയങ്കര ധൈര്യമായിരുന്നു. നാം ഇറാഖിലേക്ക് പോയ ഒരു സൈന്യം, ആ സൈന്യമാണ് ജയ്ഷുൽ ഇറാഖ്. അതാണ് പിന്നീട് ഖാദിസിയ എന്ന് പറയുന്ന യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടത്. ഖാദിസിയ നടക്കുന്ന ഇറാനിലാണ്, പേർഷ്യയിലാണ്. ആ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ യുദ്ധത്തിൻ്റെ നേതാവാണ് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവരാണെങ്കിലോ നല്ല ധീരനായ നേതാവാണ്, ദുആക്ക് ഉത്തരമുള്ള മഹാനാണ്. ദുആ ഉടനെ ഉത്തരം കിട്ടും. നമ്മൾ ഒരുപാട് ചരിത്രം അവരുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. യുദ്ധം നടക്കുകയാണ്. അന്ന് പേർഷ്യക്കാർ വന്നത് ആനപ്പുറത്താണ്. പേർഷ്യക്കാരായ ആളുകളുടെ ആർച്ചേഴ്സ്, അമ്പെയ്യുന്ന മുഴുവൻ ആളുകളും ആനപ്പുറത്ത് വന്നപ്പോൾ അറബികളുടെ ഒട്ടകങ്ങൾ ഓടി. ഒട്ടകങ്ങൾക്ക് പേടിയിപ്പോയി. എന്തേ കറുത്ത ജീവി, അവർ കണ്ടിട്ടില്ലല്ലോ. സഅദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ പതാക പിടിച്ചിട്ട് പറയണതാ ആനകളുമായിട്ടാണല്ലോ പേർഷ്യക്കാർ വരുന്നത് ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ. അപ്പോൾ മഹാനായ ഈ സ്വഹാബി എന്ത് പറഞ്ഞതിന്, വമിനന്നാസി, ജനങ്ങളിൽ ചില ആളുകൾ അവരുടെ നഫ്സ് അള്ളാഹുവിന് കടം കൊടുത്തു എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞത് ഈ സ്വഹാബിയെക്കുറിച്ചാണ്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന. സഅദ് എന്നവരോട് പറഞ്ഞു, സഅദേ, നിങ്ങൾ ഇസ്ലാമിൻ്റെ പതാക പിടിച്ചിട്ട് വന്നാൽ ഇവരൊന്നും അമ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് പതാക എൻ്റെ കയ്യിൽ തരും, ഞാൻ പിടിക്കാം. ആരെ പറയണത്? രണ്ട് കണ്ണും കാണാത്ത സ്വഹാബി. എന്നിട്ട് പറഞ്ഞു, സഅദേ, നിങ്ങൾ അമ്പ് ചെയ്തവരെ തോൽപ്പിക്കിൻ, പതാക ഞാൻ പിടിക്കാം, എന്നിട്ട് ഞാൻ മുന്നിൽ നടക്കാം. എനിക്ക് കണ്ണ് കാണൂലല്ലോ, അതുകൊണ്ട് എനിക്ക് ശത്രുക്കളെ പേടില്ല. നിങ്ങൾ അമ്പ് ചെയ്യിൻ, ഞാൻ പതാക പിടിക്കാം. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ട് ഖാദിസിയ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ്. ഹബീബിന് വേണ്ടി വാങ്ക് വിളിച്ചിരുന്ന, ഒന്നാമത്തെ വാങ്ക് വിളിച്ചിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കി, ഇവരൊക്കെ പടുത്തുയർത്തിത്തന്ന വലിയ ഒരു സംവിധാനത്തിൻ്റെ തണലിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർ ചെയ്തതിൻ്റെ മെഷാർ ശരിഹി, അതിൻ്റെ ഒന്നും 4 അയലത്തൊന്നും എത്തൂല. അത് തങ്ങൾ ആദ്യം കുറേ ആളുകളെ പറഞ്ഞേക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവസാനമാണ് ഹബീബ് പോകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹിജ്റ നടക്കുന്നത് ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വലിയൊരു വാഗ്ദാനം പടച്ചതമ്പുരാൻ നിറവേറ്റുകയാണ്. പുണ്യനബി തങ്ങൾക്ക് അള്ളാഹു വഹി ചെയ്തു, നബിയെ, അള്ളാഹു നിങ്ങളെ ഈത്തപ്പനകളാൽ നിറഞ്ഞു നിൽക്കുന്ന കറുത്ത കല്ലുകളാൽ നിറഞ്ഞ ബൈന ഹറത്തൈൻ. ഹറ എന്ന അറബിയിൽ പറയുന്നത് ഈ വോൾക്കാനിക് ഇറപ്ഷൻ, നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ കൊണ്ടുണ്ടാകുന്ന കറുത്ത കല്ലുകൾ നിറഞ്ഞ പറമ്പുകൾക്കാണ് ഹെറ എന്ന അറബിയിൽ പറയാം. മദീന എന്നത് ഹെറയുടെ നടുവിലാണ്. ഹെറയുടെ നടുവിലുള്ളതോ ഈത്തപ്പനകളാണ്. ഈത്തപ്പന എന്ന് പറയുന്നതോ മുഅ്മിനായ മനുഷ്യൻ്റെ അടയാളമാണ്. ഒരു മുഅ്മിനിൻ്റെ അടയാളമായി നബി തങ്ങൾ പറഞ്ഞതാണ് ഈത്തപ്പനയെ. ഇന്ന മിനശ്ശജരി ശജറതൻ മസലുഹാ കമസലിൽ മുഅ്മിൻ. വൃക്ഷങ്ങളിലൊരു വൃക്ഷമുണ്ട്, ആ വൃക്ഷം ഈ മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ ഉദാഹരണമാണ്. തങ്ങളൊരു സദസ്സിൽ ചോദിച്ചല്ലോ. അപ്പോൾ സുഹാബികളൊക്കെ ജനങ്ങളൊക്കെ പടച്ചോനെ ഏതായിരിക്കും ആ വൃക്ഷമെന്ന് വിചാരിച്ച ആളുകളൊക്കെ പല വൃക്ഷങ്ങളും ആലോചിച്ചു. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ മോനത് ഉത്തരം അറിയായിരുന്നു. പക്ഷേ സീനിയേഴ്സൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ നാണം കൊണ്ട് മഹാനവർ പറഞ്ഞില്ല ഉത്തരം. പിന്നെ തങ്ങൾ ഉത്തരം പറഞ്ഞു, ഇന്നഹൻ നഖ്ല, അത് ഈത്തപ്പനയാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അതിൽ തങ്ങളുടെ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ച് ഈത്തപ്പനകളാൽ നിറഞ്ഞ സ്ഥലമാണത് എന്ന് പറയുന്നത് മുഅ്മിനിൻ്റെ സ്വഭാവവുമായി അള്ളാഹു മദീന എന്ന നാടിനെ അറ്റാച്ച് ചെയ്തു എന്നാണ്. എന്താ ഈത്തപ്പനയുടെ പ്രശ്നം എന്നറിയോ? ഈ ചൂടിലാണ് അത് കായ്ക്കുന്നത്. പണ്ടാരോ പറഞ്ഞു, ഈത്തപ്പന കഴിക്കാനാണ് ഈ ചൂട്, പടച്ചവനെ വേണ്ടില്ലേ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കായിരുന്നു, എന്നാലും ചൂട് വേണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ്. ചൂടിൽ ഏറ്റവും നല്ല മധുരമുള്ള പഴം. പിന്നെ ഈത്തപ്പനക്കൊരു സ്വഭാവമുണ്ട്, മുമ്പിൽ നീർന്നേ നിൽക്കുള്ളൂ, ആരും മുമ്പിലും തലകുനിക്കാൻ പോവില്ല. പിന്നെ മുമ്പിൽ വളഞ്ഞൊന്നും പോവില്ല, ഒരൊറ്റ സ്ട്രൈറ്റ് പോക്കാണ്. ഒരു ഇലയും മൂപ്പരായിട്ട് കൊഴിക്കൂല. നമ്മൾ വെട്ടി വൃത്തിയാക്കുക എന്നല്ലാണ്ട് ഒരു ഈത്തപ്പനയുടെ ഒരു ഇലയും ലാ തസ്ഖുതു വറഖുഹ, അതിൻ്റെ ഇലകൾ പൊഴിയാറില്ല. അതൊരു ഇസ്സത്തിൻ്റെ അടയാളമാണ്. അതിൻ്റെ എല്ലാ നന്മകളെയും അത് സ്വാംശീകരിക്കുന്നു. മണ്ണിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വെള്ളം കൊണ്ട്, കുറച്ച് വെള്ളം മതി ഈത്തപ്പനക്കെന്ന്. കുറേ വെള്ളം തെങ്ങിന് ഒഴിച്ചു കൊടുക്കുന്ന പോലെ വെള്ളം ഒഴിച്ചാൽ അത് ആ മരങ്ങ് ചത്തുപോകും. ഈത്തപ്പന കുറച്ച് വെള്ളം മതി. എന്നിട്ട് നൽകുന്ന അതിൻ്റെ പഴമോ ഏറ്റവും മധുരമുള്ളത്.
മുസ്ലിമീങ്ങൾ ലോകത്ത് അങ്ങനെയാണ്. നമ്മൾ ഏറ്റവും കഷ്ടപ്പെടുന്ന പരീക്ഷണങ്ങളാൽ നിറഞ്ഞ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോകും. അത് വ്യക്തി ജീവിതത്തിൽ, സമൂഹത്തിൽ, രാജ്യങ്ങളിൽ, ഭരണകൂടങ്ങളുടെ കീഴിൽ നിൽക്കുമ്പോഴും ഒക്കെ നമുക്ക് പ്രയാസം വരും. അവിടെയൊക്കെ നിൽക്കുമ്പോഴും നമ്മൾ സൃഷ്ടിപരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവരാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുന്നവർ. തകർക്കാൻ കഴിയോ, പൂട്ടാൻ കഴിയോ, ഇല്ലാതാക്കാൻ കഴിയോ, ഇതല്ല നമ്മുടെ ജോലി. നമ്മുടെ ജോലി നന്മകളെ പരിപോഷിപ്പിക്കലാണ്, നന്മകൾ ഉണ്ടാക്കലാണ്, നമ്മൾ പ്രവർത്തിക്കുകയാണ്. മുഅ്മിൻ അങ്ങനെ. ഈത്തപ്പനയുടെ ഉദാഹരണം അതാണ്. എത്ര കടുത്ത ചൂടാണെങ്കിലും ഈ വർഷം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയില്ല. അപ്പോഴും നല്ല മധുരമുള്ള ഈത്തപ്പഴം തരും. അത് നല്ല മധുരമുള്ള പഴം. ശമ്പളം കുറച്ചേ ഉള്ളൂ, വേതനം കുറവാണ്, വരുമാനം കുറവാണ്, കച്ചവടമോ ബിസിനസ്സോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ഉള്ള വരുമാനത്തിൽ നിന്ന് കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ആളാണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്, അവർക്ക് സേവനം ചെയ്യുന്ന ആളാണ്. നമ്മുടെ എല്ലാ ചാരിറ്റികളും അങ്ങനെയല്ലേ നടക്കുന്നത്. ഇത് ഈത്തപ്പനയുടെ സ്വഭാവമാണ്. ആ നാട്ടിലേക്കാണ് ഹബീബിൻ അല്ലാഹു തആല കൊണ്ട്. അപ്പോൾ തങ്ങൾ ആദ്യം വിചാരിച്ചു വഫ്ദ് അബ്ദു ഖൈസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അഹ്സാഇൻ്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ, പഴയ കാലത്ത് കിതാബിലൊക്കെ പറയുന്ന അൽ ബഹ്റൈൻ, മംലക്കത്തുൽ ബഹ്റൈൻ എന്ന് അന്ന് പറഞ്ഞിരുന്ന ബഹ്റൈൻ ഇന്ന് സൗദിയുടെ ഖതീഫും അഹ്സാഉ നിൽക്കുന്ന സ്ഥലമാണ്. ഇന്നത്തെ ബഹ്റൈൻ അല്ല, അതിന് വേറെന്തോ ഒരു പേരുണ്ട്, ഒരു ജസീറത്ത് എന്നുകൊണ്ട് വേറൊരു പേരിൽ അറിയപ്പെടുക ഇന്നത്തെ ബഹ്റൈൻ. അന്ന് ജനവാസമില്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷേ കിതാബിലും തങ്ങളുടെ കാലത്തൊക്കെ ബഹ്റൈനിൽ നിന്ന് സക്കാത്ത് വന്നു എന്ന് പറയും. അത് ഇന്നത്തെ ബഹ്റൈൻ അല്ല, അത് അഹ്സാ ആണ്. സൗദിയുടെ ഈസ്റ്റ് സൈഡ് അങ്ങോട്ട് മാറിയിട്ടുള്ള അഹ്സാ ഖതീഫ് എന്ന് പറഞ്ഞ സ്ഥലത്തിനാണ് ബഹ്റൈൻ എന്ന് പറയാം. അവിടേക്ക് വഫ്ദ് അബ്ദു ഖൈസിനെ തങ്ങൾ പറഞ്ഞയച്ചു. അവരാണ് രണ്ടാമത്തെ ജുമുഅ നടത്തിയ ആൾക്കാർ. അപ്പോൾ തങ്ങൾ വിചാരിച്ചു അവിടേക്കാകുമോ അല്ലാഹു തആല എന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ വഹി വന്നു, അല്ല, യഥ്രിബിലേക്കാണ് അള്ളാഹു അങ്ങയെ കൊണ്ടുപോകുന്നത്. അത് ഹബീബ് ഇഷ്ടപ്പെട്ട നാടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനൊരു യാത്ര നടക്കുന്നതിന് മുമ്പ് മക്കയിൽ ഹബീബായ നബി തങ്ങൾ ദഅവത്തിനെ കൊണ്ടുപോയൊരു രീതിയുണ്ട്. മക്കയിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എല്ലായ്പ്പോഴും നന്മയുടെയും തിന്മയുടെയും സംഘട്ടനം നടക്കുന്നതാണ്. ലോകത്ത് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരും എല്ലാവിധ മോശപ്പെട്ട ചിന്താധാരകളും ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ ജനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നന്മയുടെ പക്ഷത്ത് നിൽക്കും. അങ്ങനെയല്ലേ ഉണ്ടാവുക? അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു തർത്തിൽ ലിയബലുവക്കും നിങ്ങളെ പരീക്ഷിക്കാനാണ് ഈ ലോകം. ഈ ലോകത്ത് അള്ളാഹു പ്രതിഫലം തരില്ല. പ്രതിഫലം തരുന്ന കേസുണ്ട്, പക്ഷേ പ്രതിഫലം അള്ളാഹു തആല വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പരലോകത്തേക്കാണ്. ഹാദിഹി ദുന്യാ ദാറു അമലില്ലാ ജസാ. ഈ ലോകം, ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ പണിയെടുക്കേണ്ട ലോകമാണ്. കൂലി ഇവിടെ കിട്ടുമോ? കൂലി എവിടെയാണ്? അപ്പോൾ എന്താ പഠിച്ചോ ഇപ്പം തന്നെ അങ്ങോട്ട് ഇറക്കാത്തത് അള്ളാൻ്റെ ശിക്ഷ? എന്താ ഇപ്പം തന്നെ കൂലി അങ്ങ് കൊടുക്കാത്തത്? എന്താ പഠിച്ചോണ്ട് മുമ്പിലേക്ക് ഇറങ്ങി വരാമെന്നൊന്നും പറയരുത്. ഇത് ദാറുൽ അമൽ, ഇത് അമലിൻ്റെ ലോകമാണ്. ജസാ നാളെ പരലോകം. അവിടെ അമലില്ല, അവിടെ നിസ്കാരമില്ല, ജുമ ഉണ്ടാവില്ല, റമളാൻ നോമ്പ് വെൽക്കണ്ട, ഹജ്ജ് ഉണ്ടാവില്ല, സക്കാത്തൊന്നുമില്ല. അവിടെ അടിച്ചു പൊളിക്കുക തന്നെയാണ്. എന്തേ? അത് പ്രതിഫലത്തിൻ്റെ ലോകമാണ്, അമലിൻ്റെ ലോകമല്ല. അമൽ ഇവിടെയാണ്, പ്രതിഫലം ഇവിടെ കിട്ടൂല. അത് അല്ലാഹു അങ്ങോട്ട് മാറ്റി വെച്ചത്. ചിലത് അല്ലാഹു തആല പറഞ്ഞു ഇവിടെ തന്നെ തരും എന്നല്ലാതെ ബാക്കി അവിടേക്കുള്ളതാണ്. ചെറിയൊരു സ്ലിപ്പ് നിങ്ങൾ കിട്ടും. അത് പേരും മൊബൈൽ നമ്പർ എഴുതാനാണല്ലോ. അവസാനം ഒരു ഉംറക്ക് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും ഉംറ വെക്കേണ്ടി വരും. എന്നാലിപ്പോൾ ഇൻഷാ അല്ലാഹ്. അതിപ്പോൾ ആരാ സ്പോൺസർ ചെയ്യുന്നത്? സെൻറ്ററിൻ്റെ തന്നെ റിലീജിയസ് വിങ്ങിൻ്റെ വകയാണോ ഉംറ? റഫീഖ് സാഹിബാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. ഒരു സുഹൃത്ത് ഓക്കെ. കൃഷ്ണകണ്ടി അഹമ്മദ് ഹാജി ജന്മം കൊണ്ട് നാദാപുരത്തുകാരൻ ചെറുപ്രായത്തിൽ പിതാവ് മരണപ്പെടുകയും പിന്നീട് ഉമ്മയുടെ നാടായ നരിക്കാട്ടിലേക്ക് താമസം മാറുകയും ചെയ്തതോടെ വളർച്ചയുടെ കാലഘട്ടവും കർമ്മമണ്ഡലവും നരിക്കാട്ടേരിയായിരുന്നു. ആരാണവർ? അവരുടെ പേരിൽ അവരുടെ മോൻ അല്ലേ? നരിക്കാട്ടേരി സബീലുൽ ഹുദ മദ്രസ മുൻ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് ഹാജിയുടെ പേരിലാണല്ലേ? കൃഷ്ണകണ്ടിയിൽ അഹമ്മദ് ഹാജിയുടെ പേരിലാണ് ഈ ഉംറ. ഇൻഷാ അല്ലാഹ് അവരുടെ മോൻ കുറേ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അഹമ്മദ് ഹാജിക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. മക്കൾ ചെയ്യുന്ന ഈ നന്മ അല്ലാഹു സ്വീകരിക്കട്ടെ. അവയുടെ ഖബറിലേക്ക് അല്ലാഹു ഒരു നൂറായി പടച്ച തമ്പുരാനെ എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ലോകത്ത് നന്മയും തിന്മയുടെയും തമ്മിലുള്ള ഈ ഒരു സംഘട്ടനം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹുവിൻ്റെ തീരുമാനം. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അല്ലാഹു ചെയ്യുന്നതിൽ ചോദ്യമില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുമ്പോൾ തങ്ങൾക്ക് ശത്രുക്കളുണ്ടായിട്ടുണ്ട്. അമ്പിയാക്കന്മാർക്ക് മുഴുവനും ശത്രുക്കളുണ്ടായിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, പൊന്നാര നബിയെ, അങ്ങയുടെ മുൻഗാമികളായ നബിമാരോട് എന്താണോ പറയപ്പെട്ടത്, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക്, അങ്ങയുടെ മുമ്പ് കഴിഞ്ഞു പോയ റസൂലുമാർ അവരോട് പറയപ്പെട്ടത് തന്നെ അങ്ങയോടും പറയപ്പെടുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങൾ സാഹിറാണ്, നിങ്ങൾ മജീഷ്യനാണ്, നിങ്ങൾ നുണ പറയാണ്, നിങ്ങൾ കള്ളനാണ് എന്നൊക്കെ അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊക്കെ നബിയെ അങ്ങയെക്കുറിച്ചും അവർ പറയും. സാരില്ല കേട്ടോ, അങ്ങനെ പറയുന്നു. പക്ഷേ അല്ലാഹു തആല അമ്പിയാക്കന്മാർക്ക് സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളെ ഹവാരിയുകളായി അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു. കട്ടക്ക് ഹബീബിൻ്റെ കൂടെ നിന്ന ആളുകൾ, അങ്ങനെ പറയില്ലേ, അതിശക്തമായ നിലപാടോടുകൂടെ അമ്പിയാഇൻ്റെ കൂടെ നിന്ന ഒരുപാട് ആളുകൾ, അതേപോലെ അവരെ എതിർക്കാൻ മറുപക്ഷത്ത് പാറ പോലെ നിന്ന ശത്രുക്കളും. ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല പറയാ, വലൗലാ ദഫ്ഉല്ലാഹിന്നാസ ബഅദഹും ബിബഅദിൻ ലഫസദത്തിൽ അർള്. അള്ളാഹു മനുഷ്യരെ കൊണ്ട് പടച്ചവൻ പ്രതിരോധിക്കുകയാണ്. തിന്മകളെ പ്രതിരോധിക്കാൻ ഇവിടെ നല്ല മനുഷ്യന്മാർ വേണം. നല്ല മനുഷ്യന്മാരെ എതിർക്കാൻ ഇവിടെ തിന്മയുടെ പക്ഷക്കാരും. ഇത് രണ്ടുണ്ടാകുമ്പോഴാണ് ഇഖ്തിബാർ, അള്ളാഹുവിൻ്റെ പരീക്ഷണം സാധ്യമാവുക. നന്മയും തിന്മയും ലോകത്ത് നിലനിൽക്കണമെന്ന്. ഇത് രണ്ടും ഇല്ലെങ്കിൽ അള്ളാഹു തീരുമാനിച്ചു വെച്ച ആ പരീക്ഷണം, മനുഷ്യന് അള്ളാഹു നന്മ തിന്മ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നു എന്ന് പറഞ്ഞ സംഭവം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇവിടെ നന്മയും തിന്മയും ഒരുമിച്ച് ഇങ്ങനെ ഒരേ റോഡിൻ്റെ അപ്പുറത്തും പോവുക. എല്ലാവരും മലക്കുകളെ പോലെ അങ്ങനെ ഉണ്ടാവില്ല. എത്ര നല്ല ഒരു കാര്യം ഒരാൾ ചെയ്താലും അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒരു മോശപ്പെട്ട കമൻറ്റ് എഴുതി പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും, ഈ ഒരു യൂസുഫ് അലി സാഹിബ് ചെയ്ത എന്തൊക്കെയോ നന്മകൾ, അപ്പോഴും അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരുത്ത എഴുതി പോയിട്ടുണ്ടാവും. ഉദാഹരണം പറയാം, ഇത് മനുഷ്യന്മാരങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി, എന്നാൽ ടെൻഷനില്ല. എല്ലാവരും നല്ല അങ്ങനെ ഉണ്ടാവില്ല. എല്ലാവരും നല്ല കമൻറ്റ് എഴുതൂല. രാഷ്ട്രീയ പാർട്ടിക്കാർ അവരവരുടെ നിലപാടുകൾ വെച്ചിട്ട് ബാക്കിയുള്ള പാർട്ടികൾ അവരെ എതിർക്കൂലേ? ചിലപ്പോൾ കണ്ണുമുഖം നോക്കാതെ എന്ത് ചെയ്യും, അവരങ്ങ് എഴുതി വിടും. അതങ്ങനെയാണ്, മനുഷ്യന്മാരങ്ങനെയാണ്. ബാത്തുലിൻ്റെ ഒരു വിഭാഗം ഉണ്ടാവും, നന്മയുടെ ഒരു വിഭാഗം ഉണ്ടാവും. ഇത് രണ്ടും മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുക എന്നിടത്താണ് അള്ളാഹു നമുക്ക് വെച്ച പരീക്ഷണം. അതാ നമ്മൾ തലകൊണ്ട് ചിന്തിക്കണം, നമ്മൾ തലകൊണ്ട് ആലോചിക്കണം, എവിടെയാണ് നന്മയുള്ളത്, എവിടെയാണ് തിന്മയുള്ളത്, എവിടെയാണ് കൂടുതൽ നന്മ, എവിടെയാണ് കൂടുതൽ തിന്മ. അങ്ങനെ തീരുമാനിക്കാനുള്ള ബുദ്ധി മനുഷ്യനല്ല നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കാനാണ് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അതുള്ളവർ തല വെച്ച് ആലോചിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വീഡിയോ കണ്ടാലോ ഒരു മെസ്സേജ് കണ്ടാലോ കമൻറ്റ് പോയി വായിക്കാൻ നിൽക്കണ്ട, അവനാൻ്റെ തല കൊണ്ട് ആലോചിക്കുക ഇതിലെന്താ ഉള്ളത്. നമ്മളെന്താ ചെയ്യുക, വേഗം കമൻറ്റിൽ എന്താ. അപ്പോൾ നമ്മളെ തല വേറെ ആക്കി വെച്ചെടുത്തു എന്നർത്ഥം. നമ്മൾ തല കൊണ്ട് ആലോചിച്ചുകൂടെ എന്തായി പറയണത്, അതിൽ വല്ല കാര്യമുണ്ടോ? ചിലപ്പോൾ മനസ്സിലാവാത്തുണ്ടോ, കണക്ഷൻ കിട്ടൂല. അത് ചിലപ്പം താഴെ നോക്കിയാൽ മനസ്സിലായി എന്ന് വരും. പക്ഷെ അഭിപ്രായം പറയാൻ എഴുതിയത് തന്നെ എൻ്റെ അഭിപ്രായം. അങ്ങനെ അല്ലല്ലോ, നിനക്ക് തലയില്ലേ, ബുദ്ധിയില്ലേ, ആലോചിച്ചാൽ മനസ്സിലാവില്ലേ ഇതിലെന്താ നന്മ എന്താ തിന്മ. നീ ജഡ്ജ് ചെയ്യ്, ഖലാസ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വന്നപ്പോൾ പുണ്യ നബിയെക്കുറിച്ച് പറഞ്ഞു, അവർ ഖദ്ദാബാണെന്ന്, മആദല്ലാഹ്, നുണ പറയുന്ന ആളാണെന്ന്. എവിടെ ജീവിതത്തിൽ ഒരു നുണ പോലും ഹബീബ് പറഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി, ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. മദീനയിലേക്ക് ഹിജറ പോകാൻ പുണ്യനബി തങ്ങൾ ഒരുപാട് താമസിച്ചു പോയതിൻ്റെ കാരണം എന്താണെന്നറിയോ? മക്കക്കാരായ യതീമുകളുടെ, പാവപ്പെട്ടവരുടെ, ഉമ്മമാരുടെ, ഒരുപാട് ആശ്രയമില്ലാത്ത നിരാശ്രയരായ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളുടെ സ്വത്തുകൾ സൂക്ഷിച്ചു വെച്ചിരുന്ന അമീനും മഅ്മൂനുമാണ് ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ബാങ്കില്ല, ബാങ്കറില്ല, സേഫുകളില്ല സൂക്ഷിച്ചു വെക്കാൻ. തങ്ങളുടെ അടുത്ത് സൂക്ഷിച്ചു വെക്കാൻ തങ്ങളൊരു ചാർജും ഈടാക്കൂല. ഇത് മുഴുവൻ അതിൻ്റെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഹബീബ് കാത്തിരുന്നതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി തങ്ങൾ ലേറ്റായി. കാരണം ഒരുപാട് അത്രയും 40 വർഷം തങ്ങൾ ജീവിച്ചില്ലേ അവിടെ. അപ്പോൾ അത്രയും ആളുകളുടെ സ്വത്തുകൾ ഹബീബായി തങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് അമാനത്താണ്. ആ അമാനത്ത് അതിൻ്റെ ആളുകൾക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തങ്ങൾ കാത്തിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് പോകാൻ പറ്റില്ല, ഈ അമാനത്ത് തിരിച്ചു കൊടുക്കണ്ടേ. അത് യതീമുകൾ, കാരണം യതീമുകളുടെ സ്വത്ത് അടിച്ചു മാറ്റുന്നൊരു പരിപാടി അന്ന് ജാഹിലിയത്തിലുണ്ട്. പെണ്ണുങ്ങളുടെ സ്വത്ത് അത് ചോദിക്കാൻ പറയാനോ ആരും വരില്ല, അതവരെടുത്തു കൊണ്ടുപോകും. പക്ഷേ തങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ഹാഷിമിയായ തങ്ങൾ, ഖുറൈശിൽപ്പെട്ട തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ തറവാടിൻ്റെ മഹിമ കൊണ്ട് ഹബീബിനെ അവർ തൊടാൻ വരില്ല. അതുകൊണ്ട് അതൊരു സേഫ് ആയിരുന്നു തങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ.
ആ സൂക്ഷിപ്പ് സ്വത്തുകൾ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ലേറ്റായത്. സ്വഹാബികളൊക്കെ പറഞ്ഞയച്ചു, എല്ലാവരും പോയി. പുണ്യനബി തങ്ങളുടെ ആ മക്ക കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവിടെ ദാറുൽ അർഖം ഇബ്നു അബിൽ അർഖം, അബൂജഹലിൻ്റെ കുടുംബക്കാരനായ അർഖം ഇബ്നു അബിൽ അർഖം എന്ന് പറയുന്ന ബനു മഖ്സൂമിയായ ഒരു ചെറുപ്പക്കാരൻ. അയാൾക്ക് മക്കളൊക്കെ ഒന്നോ രണ്ടോ കുട്ടികളുള്ളൂ. അതുകൊണ്ട് വീട് സഫാ കുന്നിൻ്റെ മുകളിലാണ്. ആ വീട് ഹബീബിൻ്റെ ദഅവത്തിൻ്റെ കേന്ദ്രമാണ്. ഇപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽ പ്രയാസപ്പെടുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ദഅവത്ത് ചെയ്യാൻ പുറത്തിറങ്ങാൻ പറ്റൂല. അവരെ കണ്ടാൽ ആളുകൾ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് അവർക്ക് സുരക്ഷിതമായൊരു വീട് വേണം. ആ ഒരു വീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് തയ്യാർ ചെയ്തു കൊടുത്തു. ആ വീട് വലീദ് ബിൻ മുഗീറയുടെയും അതുപോലെ തന്നെ അംർ ബിൻ ഹിഷാം, അബൂജഹലിൻ്റെയും കുടുംബക്കാരിൽപ്പെട്ട ഒരാളുടെ വീടാണ്. 2 വീടുകൾ. ഹബീബായ തങ്ങൾ പറഞ്ഞു, കുടുംബപരമായും വ്യക്തിപരമായും ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ആളുകൾ, ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ദാറുൽ അർഖം ഇബ്നു അബിൽ അർഖമിൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. പിന്നൊരു വീടുള്ളത്, അടുത്ത വീട് ഉമർ റളിയല്ലാഹു ഉമർ തങ്ങളുടെ പെങ്ങളുടെ ഭർത്താവ്, അളിയെന്ന് പറയില്ല നമ്മൾ, അളിയൻ്റെ വീടാണ്. മഹാനായ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്. ആ വീട്ടിലേക്ക് പാവപ്പെട്ട ആളുകളൊക്കെ അവിടെ വന്ന് നിന്നാൽ മതി. ഒരൽപ്പം കെൽപ്പൊക്കെ ഉള്ള ആളുകൾ ദാറുൽ അർഖമിലേക്ക് വരണം. ബാക്കിയുള്ള ആളുകൾ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, നമ്മുടെ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്, അവിടെ പോയി നിന്നാൽ മതി. ഇതിൽ പെടാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അവരൊക്കെ തങ്ങൾ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. നമ്മൾ ചില ചരിത്രങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാം. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ എന്നവർ കച്ചവടക്കാരനാണ്. ആളുകൾ സാധനങ്ങൾ വന്ന് വാങ്ങാനും വിൽക്കാനൊക്കെ വരും. മഹാനവറുകൾ ദാറുൽ അർഖമിൽ പോയി നിന്നാൽ അവിടെ സഫയുടെ മുകളിലാണ് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുള്ള. അമ്മാർ എവിടെ എന്ന് പറഞ്ഞ് ചോദിച്ച് വരുമ്പോഴേ ദാറുൽ അർഖമിലാണ് അമ്മാർ ഉള്ളത് എന്ന് പറയുമ്പോൾ ആൾക്ക് സംശയം വരും. അപ്പോൾ അമ്മാറെ, നിങ്ങൾ അവിടെ വരണ്ട, നിങ്ങൾ സഈദ് ഇബ്നു സയ്യിദ് എന്നവരുടെ വീട്ടിൽ വന്നാൽ മതി, അവിടെ പോയി പഠിച്ചോളൂ ഇസ്ലാം. പിന്നെയുള്ളത് മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു, അദ്ദേഹമാണെങ്കിലോ കൊല്ലപ്പണിക്കാരനാണ്, ഇരുമ്പ് പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ ആളുകൾക്ക് കത്തി മൂർച്ച കൂട്ടാനും പിന്നെ കോടാലി മൂർച്ച കൂട്ടാനും പല പരിപാടികളുണ്ടാവുമല്ലോ. അത് ചോദിച്ച് അദ്ദേഹത്തെ ചോദിച്ച് വരുമ്പോൾ ദാറുൽ അർഖമിൽ പോയി നിൽക്കുന്ന സ്ഥിരം പരിപാടി ഉണ്ടെന്ന് കാണുമ്പോൾ അവിടെ എന്തോ ഉണ്ടല്ലോ എന്ന് സംശയിക്കും. കാരണം അവർ പൊതുജനങ്ങളുടെ ഇടയിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഒരൽപ്പം മാറി നിന്നോളൂ, സഈദ് ഇബ്നു സയ്യിദ് എന്നവരുടെ വീട്ടിലേക്ക് വന്നാൽ മതി. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആട്ടിടയനാണ്. അപ്പോൾ ആളുകൾക്ക് ആടൊക്കെ നഷ്ടപ്പെട്ടു, കന്നുകാലിന് ഒട്ടകത്തെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കാനുള്ളൊരു കഴിവുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതന്മാരിൽ, സ്വഹാബികളിൽ ഹദീസ് പണ്ഡിതനാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ ചോദിച്ചു വരും ആൾക്കാർ ഇടക്കിടക്ക്. അപ്പോൾ അവരും ദാറുൽ അർഖമിൽ സഫൻ്റെ മുകളിൽ വേണ്ട, കുറച്ച് ദൂരെയുള്ള സഈദ് ഇബ്നു സയ്യിദ് എന്നവരുടെ വീട്ടിൽ മതി. ആ സഈദ് ഇബ്നു സയ്യിദ് എന്നവരുടെ വീട്ടിൽ ആരുണ്ടെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങൾ ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു അൻഹ ഉണ്ട്. അപ്പോൾ അവിടെയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. അപ്പോൾ അവർ ഒളിച്ചിരിക്കുന്ന പാവങ്ങളാണ്, അവർക്ക് ദീൻ പറയാനൊരു മടിയൊന്നുമില്ല. പക്ഷേ ആളുകൾ കണ്ടാൽ പ്രശ്നമാകും. അപ്പോൾ അവരെ നബി തങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. നേരെ മറിച്ച് സഫൻ്റെ മുകളിലുള്ള ഒരു വീടുണ്ട്, അതാണ് ദാറുൽ അർഖം. ആ ദാറുൽ അർഖമിൽ ആളുകൾ പോകുന്ന സഫയും മർവൻ്റെ അടുക്ക ആൾക്കാരിങ്ങനെ പോകില്ലേ. അപ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ നേരെ മറവിക്കണ നടക്കും. മറവിയിൽ നിന്ന് പിന്നെ സഫയിലേക്ക് ദാറുൽ അർഖമിൻ്റെ വീട്ടിൽ കണക്കാർ പോകുന്നത് ആരെങ്കിലും കണ്ടാൽ അവർ സഫാ മർവൻ്റെ ഇടയിൽ നടക്കുക എന്നുള്ള കോലത്തിൽ അങ്ങ് നടക്കും. കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ ബനി മഖ്സൂം, ബനു മഖ്സൂമികളെ, സഫാ മർവക്കിടയിൽ സഈ ചെയ്യാൻ വേണ്ടി ആര് എപ്പോൾ വന്നാലും ഫി അയ്യത്തി സാഅത്തിൻ മിനൽ ലൈലി വന്നഹാർ, രാത്രിയോ പകലിലോ ആർക്ക് വേണമെങ്കിലും സഫയിൽക്കും മർവക്കും ഇടയിൽ നടക്കാൻ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കണേ, ആരെയും തടഞ്ഞു വെക്കരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഫാ മർവൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ കൂട്ടത്തിൽ അങ്ങ് ദാറുൽ അർഖമിൻ്റെ വീട്ടിലും കയറി ചെന്ന് അവിടെ നിന്ന് ദീൻ പഠിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കിപ്പോൾ എന്താ റാഹത്ത്, ഒളിച്ചിരുന്ന് വരേണ്ട ആവശ്യമുണ്ടോ? ഇസ്ലാം സെൻറ്റർക്ക് വരുമ്പോൾ യാ അല്ലാഹ് എന്ത് റാഹത്തിലാണ്. ബാക്കിൽ വന്ന് നോക്കുമ്പോൾ പാർക്കിംഗ് ഇല്ല, ഒരു കുറച്ച് 100 മീറ്റർ 200 മീറ്റർ അപ്പുറത്താണ് പാർക്കിംഗ് കിടക്കുന്നത്.
നമുക്ക് എവിടെയും പാർക്ക് ചെയ്യാം, നടന്ന് കൂളായിട്ട് ആ ഡോറ് വരാം ഈ ഡോറ് വരാം, ഒരു പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്ന് ദീൻ പഠിക്കാൻ അവർ കഷ്ടപ്പെടാൻ, പേടിച്ചിട്ട് പോവാൻ. അപ്പോൾ സ്വഹാബികളിലെ കുറച്ച് VIP-കളായ സ്വഹാബിമാർ അങ്ങനെ പറഞ്ഞുകൂടാന്നാണ്. കാരണം ഇവരും സയ്യിദ് ഇബ്നു സെയ്ദ് എന്നവരുടെ വീട്ടിൽ പഠിക്കുന്നവരും തമ്മിൽ മോശക്കാരൊന്നല്ല. സയ്യിദ് ഇബ്നു സെയ്ദ് എന്നവരുടെ വീട്ടിൽ പഠിച്ച ആളുകളിൽ നിന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാം കിട്ടിയത്. അപ്പോൾ ഉമർ തങ്ങളുടെ ഇസ്ലാമിൻ്റെ ഫുൾ ക്രെഡിറ്റ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് എന്നവർ, ഹബ്ബാബിൻ അറത്ത് എന്നവർ, സയ്യിദ് ഇബ്നു സെയ്ദ് എന്നവർ, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് എന്നവർ, ഇവരെ പോലെയുള്ള ആളുകളുടെ ക്രെഡിറ്റ് അവരുടെ ആ ഒരു ബലത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം. ഉമർ തങ്ങൾ മുസ്ലിം ആയതോടുകൂടെ എത്ര ആൾ ഇസ്ലാമിലേക്ക് വന്നു, അതിൻ്റെയൊക്കെ കൂലി ഇവർക്ക് കിട്ടൂലേ? സയ്യിദ് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന ഉമർ തങ്ങളുടെ അളിയന് കിട്ടൂലേ? മാഷാ അല്ലാഹ്. വേറെ കുറേ നേതാക്കന്മാർ മക്കയിലേക്ക് വന്നു. ആ മക്കയിൽ വന്ന നേതാക്കന്മാരിൽപ്പെട്ട വലിയൊരു നേതാവാണ് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. പുണ്യ റസൂല് മക്കയിലുണ്ട് എന്നിങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അനുജനോട് പറഞ്ഞു, മോനെ, അനിയനോട്, അനിയ, നീ എന്ന് മക്കയിലേക്ക് പോയിട്ട് ആ പ്രവാചകൻ്റെ അവസ്ഥ എന്താണെന്ന് നീ എനിക്കൊന്ന് അറിയിച്ചുതാ. അദ്ദേഹം കുറച്ച് നോർത്തിലേക്ക്, മദീനയുടെ നോർത്ത് ഭാഗത്ത് കുറച്ചുള്ളിൽ താമസിക്കുന്ന ആളാണ്. ഗിഫാർ ഗോത്രക്കാർ. മദീനത്തേക്ക് പോകുമ്പോൾ ഗിഫാർ ഗോത്രത്തിൻ്റെ വഴിയാണ് പോവുക. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ റബ്ദ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നവിടെ ഒരാളെ സൗദിയിൽ നിന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം പറയാണ്, ഓഫ് റോഡിൽ പോയിട്ട് അവിടുത്തെ സൗദിയായ ഒരാൾ കാണിച്ചു കൊടുത്തു, ഒരു കെട്ട് കാണിച്ചു കൊടുത്തു, ഇത് അബൂദർ ഗിഫാരിയുടെ ഖബർ നിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം ഇപ്പോഴും അവിടെ അടയാളപ്പെടുത്തിൻ്റെ കുറച്ച് ദൂരം ഓടാനുണ്ട്. യാത്ര മദീനയിൽ ഇച്ചിരി ദൂരെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അങ്ങാടിയിലിറങ്ങിയ ആളുകളെ അടിക്കാൻ തുടങ്ങിയപ്പോൾ, അബൂദറെ നിങ്ങളിവിടെ നിന്നാൽ പറ്റില്ലട്ടോ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. റബ്ദയിലേക്ക് മാറി താമസിക്കാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് താമസിക്കാൻ പറഞ്ഞു. ചരിത്രങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. യംഷി വഹ്ദഹു, അദ്ദേഹം ഒറ്റയ്ക്ക് നടക്കും, ഒറ്റയ്ക്ക് ജീവിക്കും, ഒറ്റയ്ക്ക് മരിക്കും, നാളെ ഒറ്റക്കല്ലാഹു പുനർജന്മം നൽകും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്കിലേക്ക് പോകുന്ന സമയം അബൂദർ എന്നവരെ കാണാതായപ്പോൾ കുറേ നേരം കാത്തിരുന്നപ്പോൾ ഇങ്ങനെ ലിയകുൻ ഹുവ, ആ വരുന്നത് അബൂദറാവട്ടെ എന്ന് തങ്ങൾ കാത്തിരുന്നു എന്നാ, അല്ലാതെ തങ്ങൾ കാത്തിരിക്കില്ല എന്നാ. ഒരു യാത്രയിൽ ഒരാൾ ടൈമിന് എത്തിയില്ലെങ്കിൽ തങ്ങൾ പറയും പോവല്ലേ എന്ന് പറയും. ഈ യക്കും ഫീഹി ഖൈറുൻ യൽഹഖ് ബിനാ, തങ്ങൾ അങ്ങനെ പറയും. വല്ല ഹൈറുണ്ടെങ്കിൽ മുമ്പ് നമ്മളിപ്പോൾ എത്തും, നമ്മൾ പോകാമെന്ന് പറയും. കാരണം ടൈമിന് പോകാൻ ഈ ഉംറയൊക്കെ കൊണ്ടുപോകുമ്പോഴേ അള്ളാഹു ഉസ്താദ്മാരെ സമ്മതിക്കണം. മൂത്രയ്ക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരുത്തം വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടാവും. എന്നാൽ പോകുമ്പോൾ പറയോ, ഞാൻ ഇത് വാങ്ങാൻ പോവാണ്, കാത്തിരിക്കണം. എന്നിട്ട് ബസ്സിൽ ഡ്രൈവർ എല്ലാവരും തിരയാണ്, കുറേ കഴിഞ്ഞിട്ട് വരും. എന്നിട്ട് മൂപ്പർക്ക് കുറച്ച് കഴിഞ്ഞാൽ മൂത്രയ്ക്ക് ഇറങ്ങാണ്ടാവും. എല്ലാവരും കഴിഞ്ഞ് വന്ന് കയറിയതാണ്. ബസ് ഒരു അരമണിക്കൂർ ഓടുമ്പോഴേക്കും നിർത്തി കൊടുക്കണം. ഇവരൊക്കെ കെട്ടിവലിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞൊരു പാടാണ്. ഈ ട്രാൻസ്പോർട്ട് പോയാൽ KSRTCയിൽ ആരും അങ്ങനെ ചെയ്യൂലല്ലോ. എന്താണെന്ന് അറിയാം, ഒരു വണ്ടി എടുത്ത് പോവും. എടപ്പാളൊക്കെ നിർത്തൂലേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ആ 20 മിനിറ്റിന് 20 മിനിറ്റ് കറക്റ്റിന് പോലെ വണ്ടി ഉണ്ടാക്കി പോകും. കയറില്ലാത്തവൻ്റെ പെട്ടിയിൽ പെട്ടു അടുത്ത ബസ്സിന് വരേണ്ടി വരും. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ ഉംറക്കൂണ ഉസ്താദ്മാരൊക്കെ സമ്മതിക്കൊണ്ട് ഭയങ്കര ത്യാഗമാണത്. നിങ്ങൾ വിചാരിക്കും ഒരു പണിയില്ലല്ലോ, ഇരുന്നാൽ മതിയല്ലോ. ടെൻഷനല്ലേ, ഒരു മനുഷ്യൻ മിസ്സായാൽ മക്കളൊന്ന് തല്ലൂലേ. എൻ്റെ വാപ്പാനെ കൊണ്ടുപോയിട്ട് എന്താക്കിയെന്ന്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, ഈ വർഷം ഹജ്ജ് കഴിഞ്ഞു, മാഷാ അല്ലാഹ്. ഈ മെസ്സേജ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഹജ്ജിന് പോകുമ്പോഴേ നമ്മൾ മഹ്റമില്ലാതെ പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെ നമ്മൾ ഹജ്ജിന് പറഞ്ഞേക്കും. പെണ്ണുങ്ങളെ പറഞ്ഞേക്കാൻ പറ്റൂലേ? നമ്മുടെ ഷാഫിഈ മദ്ഹബിൻ്റെ അഭിപ്രായ പ്രകാരം തന്നെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ കൂട്ടുകാരികളുണ്ടെങ്കിൽ, ഭർത്താവ് വാപ്പിയൊന്നും ഇല്ലാതെ മക്കളില്ല, അവർക്ക് പോകാൻ പറ്റും, ജായിസാണ്. നമ്മുടെ ഗവൺമെൻറ്റും ജായിസാക്കുന്നുണ്ട്, ശരിയാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 60 കഴിയുന്നതിന് മുമ്പ് അവനവൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഹജ്ജ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് സൗകര്യം ചെയ്തു കൊടുക്കുക. ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഹജ്ജ് പ്രയാസമാണ്. നമ്മളെന്താ പറയുന്നറിയോ, ഇവർക്ക് 12 കിലോമീറ്ററൊക്കെ നടക്കേണ്ടി വരും. അറഫയും മിനയും മുസ്ദലിഫയും ജംറക്ക് എറിയലും ഇതൊന്നും പറ്റുന്നില്ല. എത്ര ആളുകൾ ഇപ്പോൾ സൗദിയിലുള്ള മക്കയിലും ജിദ്ദയിലും സൗദിൻ്റെ പല ഭാഗങ്ങളിലുള്ള KMCCയുടെ വോളണ്ടിയർമാർ, അവർക്ക് പെർമിഷൻ ഇല്ല. പക്ഷേ ജമിയത്തുൽ ഖൈരിയ എന്ന് പറഞ്ഞ ആ ഒരു ചാരിറ്റി സംഘടനയുടെ ലാബിളിൽ പെർമിഷൻ എടുത്തപ്പോൾ കുറച്ച് ആൾക്കാർ, ഒരു 1000 ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ എത്ര ആൾ ഇവർക്ക് നോക്കാൻ പറ്റും? ആലോചിച്ച് നോക്കി. ഈ ഉമ്മയുടെ കൈ പിടിക്കാൻ ആളില്ല, ആ ഉമ്മാൻ്റെ കൈ വേദനയാണ്, ഉമ്മാനൊന്ന് കൊണ്ടുപോകാൻ. ഗവൺമെൻറ്റിൽ വരുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറയണത്. അല്ലാതെയും ദയവ് ചെയ്ത് ഒറ്റക്ക് ഉമ്മയൊപ്പയെ പറഞ്ഞേക്കരുത്. സാമ്പത്തിക പ്രയാസം ഉള്ളത് കൊണ്ടാണോ? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആരോഗ്യക്കുറവുള്ള ആളുകളെ ഒറ്റക്ക് പറഞ്ഞയക്കരുത് ദയവ് ചെയ്ത്. അവർ കഷ്ടപ്പെടാൻ. ഇപ്രാവശ്യം നമ്മൾ KMCCയുടെ വളണ്ടിയർമാർക്ക് ഒരു അഭിനന്ദനവും അനുമോദനമൊക്കെ അവിടെ വന്ന പ്രധാനപ്പെട്ട ചർച്ച ഇതായിരുന്നു. പറ്റുന്നില്ല, എത്ര ആളെ നോക്കും?
ജംറ എറിയാൻ പറ്റാതെ പോയ ആൾക്കാരുണ്ട്, മിനയിലെത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്, തിരിച്ച് അവിടെ തവാഫുൽ ഇഫാദ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. എന്തൊക്കെ അമലുകൾ നഷ്ടപ്പെടുന്നു, പറ്റുന്നില്ല. അതുകൊണ്ട് മക്കളോ ആരോഗ്യമുള്ള ഭർത്താവാണെങ്കിൽ അവരോ പ്രായമുള്ള ഉമ്മയുടെ കൂടെ ആരെങ്കിലും ഒരാളെ നിങ്ങൾ പറഞ്ഞയക്കണേ. ഒറ്റയ്ക്ക് മഹ്റമില്ലാതെ കയറ്റിവിട്ടാൽ അവർക്ക് പെട്ടെന്ന് ഹജ്ജ് പാസ്സാകുന്നുണ്ട് ഗവൺമെൻറ് വഴി, പക്ഷേ അത് വലിയൊരു പ്രയാസമാണ്. അവരുടെ ഇബാദത്ത് ചെയ്യണ്ടേ. നമ്മൾ പറയും KMCC നോക്കിക്കൊള്ളുന്നു. KMCC എത്ര ആളെ നോക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ എത്ര ആളെ കൊണ്ടു നടക്കാൻ പറ്റും ഒരാൾക്ക്? ലേഡീസ് വളണ്ടിയേഴ്സ് സേവനം ചെയ്തിട്ടുണ്ട്. പുരുഷന്മാർ ആയ നമ്മുടെ പ്രവർത്തകന്മാർ ജോലിയൊക്കെ ലീവ് എടുത്തിട്ട് സമ്മതിക്കണം. മാഷാ അല്ലാഹ്, വല്ലാത്ത സേവനമാണ്. പൊരിഞ്ഞ വെയിലത്ത് ഹാജിമാർക്ക് വേണ്ട കഞ്ഞിയും വെള്ളം കൊണ്ട് മരുന്നും കൊണ്ടേ കൊടുത്തവർ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ വന്ന ഹാജിമാരിൽ 5% ആളുകളെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ബാക്കി 95% വൃദ്ധരായ ഉപ്പമാരും ഉമ്മമാരും കഷ്ടപ്പാടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഒരു 50-60 വയസ്സിൻ്റെ ഉള്ളിൽ നിർബന്ധമായും, നേരത്തെ ചെയ്യാൻ പറ്റുമോ നേരത്തെ ചെയ്തോളൂ. ഹജ്ജ് എന്നത് അധ്വാനമാണ്. നടക്കണം, നന്നായിട്ട് നടക്കണം, നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അത് ആരോഗ്യക്കുറവുണ്ടാകുമ്പോൾ പറ്റൂല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഹജ്ജ് ചെയ്യുന്ന കർമ്മം നീട്ടിക്കൊണ്ടുപോകരുത്. പറ്റുന്നുണ്ടോ നേരത്തെ ചെയ്യുക. പ്രായമായ ഉമ്മാരുപ്പാരും ഒറ്റക്കങ്ങ് പറഞ്ഞേക്കല്ലേ. കൂടെ ആരെങ്കിലും അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, സഹായത്തിന് ഒരാളെ അല്ലാതെ നിങ്ങൾ ഉമ്മയെ ഇപ്പം ഞങ്ങൾ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ ഉമ്മാനെ ഹജ്ജ് ചെയ്യിച്ചു എന്ന് പറയല്ലേ. പ്രയാസപ്പെടുകയാണ് അവർ. ആ പ്രയാസം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു നമുക്കൊക്കെ ഹജ്ജും ഉംറയും അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്തു വിട്ടി അള്ളാഹു കബൂൽ ചെയ്ത് കിട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെയൊക്കെ സേവനം ചെയ്യുന്ന ഒരുപാട്, ഇത്രയും വർഷങ്ങൾ ഇത്രയും ടൈറ്റിലായിരുന്നു നിയമം. പക്ഷേ ഇപ്പോൾ നമ്മുടെ വോളണ്ടിയേഴ്സിനൊക്കെ കടന്നു പോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇപ്പോൾ സഹചാരിയുടെ പ്രവർത്തകർക്ക് പല ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. എന്തേ? നിയമം അനുവദിക്കുന്നില്ല. ഇതിപ്പോൾ ജമിയത്തുൽ ഖൈരിയൻ്റെ എന്തോ പെർമിഷനുള്ള കുറച്ച് ആൾക്കാർക്ക് കയറാൻ പറ്റിയതാണ്, നമ്മുടെ മലയാളികളായ ഹാജിമാരെ സഹായിക്കാൻ. അവരൊക്കെ ചെയ്ത് ഭയങ്കര സേവനമാണ്, വലിയ സേവനം. കുഞ്ഞുമോങ്കാനറിലെ കാക്കിയ കുഞ്ഞുമോങ്ക, അവരൊക്കെ ഭയങ്കരമായ നേതൃത്വമാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹു തആലക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. സൗദിയുടെ നാഷണൽ കമ്മിറ്റി ഭാരവാഹികൾ, പ്രാദേശിക നേതാക്കന്മാർ, ജിദ്ദയിലെ നേതാക്കന്മാർ, മക്കത്തെ നേതാക്കന്മാർ, ഇവരൊക്കെ ശരിക്കുണ്ടല്ലോ. ഇങ്ങനെ KMCC രക്ഷപ്പെടാൻ അത് മതിയാവും. സൗദിക്കാർക്ക് ഈ ഒരു ഹജ്ജിന് ചെയ്യുന്ന സേവനം ധാരാളമാണ്, ഭയങ്കരമായ സേവനമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്കും ഹജ്ജും ഉംറയും റാഹത്തിൽ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു, നമ്മൾ ദാറുൽ അർഖം നബിൽ അർഖമിലെ അബൂദർ ഗിഫാരിയുടെ കഥ പറയാൻ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റബദയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് മഹാനവറുകൾ താമസിച്ച് അവിടെ തന്നെ വഫാത്തായി. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് തങ്ങളൊക്കെ കടന്നു വരുന്ന യാത്രാസംഘം വരെ കണ്ടു. ചരിത്രം നമ്മൾ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോവല്ല. മഹാനവറുകൾ മക്കയിലേക്ക് വരുന്നു. മഹാൻ തന്നെ പറയുന്നുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഈ ചരിത്രമുണ്ട്. ഞാൻ മക്കയിലേക്ക് എത്തി. അപ്പോൾ ഖുറൈശികൾ മുഴുവനും എന്നെ സ്വീകരിച്ചു. അൻത ഗരീബുൻ ഫി ഹാദൽ വാദി. അവർ ചോദിച്ചു, ഈ മലഞ്ചെരുവിൽ മലയുടെ താഴ്വരയിൽ നിങ്ങളൊരു പുതിയ ആളാണല്ലേ എന്ന് ചോദിച്ചു. അതെ, എനിക്കിവിടെ ഒരു പരിചയമില്ല. ഓ, എന്നൊരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു സാഹിറുണ്ട്. സാഹിർ എന്ന് പറഞ്ഞാൽ മജീഷ്യൻ. മൂപ്പര് പറയുന്നത് കേട്ടാൽ അതിലങ്ങ് വീണു പോകും. അതുകൊണ്ടേ തടി കാത്തോളണം, ഒന്നും കേൾക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മഹാൻ പറയണേ, ഞാൻ അപ്പം തന്നെ എൻ്റെ ചെവിയിൽ പരുത്തിയൊക്കെ നിറച്ചിട്ടാണ് പിന്നെ മക്കത്തൊക്കെ ഇറങ്ങിയത്. അതിനെ സംബന്ധിച്ച് മഹാന്മാർ പറയും, അത് മഹാൻ്റെ ഒരു മോശമായിട്ട് പറയരുത്. ചില ആൾക്കാർ അങ്ങനെയാണ്. ഒരാൾ ചൂണ്ടി, ആൾ മോശമാണ്, ആണോ? മോശമല്ലേ, എന്നാൽ ഞാൻ തിരുത്തി. ഒറ്റയടിക്കങ്ങ് വിശ്വസിക്കും. പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട്. അത് അവരുടെ കുഴപ്പമില്ല, അവരങ്ങനെയാണ്. ഇപ്പുറത്ത് ഒരാൾ തിരുത്തി പറഞ്ഞു, 4 ആൾ ഓ അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ ഞാൻ തിരുത്തിയെന്നും അതും പറയും അവർ. അബൂദർ ഗിഫാരി തങ്ങൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നാ മഹാൻ അപ്പോൾ തന്നെ തീരുമാനം, ഓ ആയിക്കോട്ടെ, മോശമല്ല, ആയിക്കോട്ടെ, ഞാൻ കേൾക്കൂലെന്ന്. അങ്ങനെ അവിടെ ഇങ്ങനെ ഞാൻ മക്കയുടെ ഹറമിൻ്റെ കഅബയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എൻ്റെ അടുത്തേക്ക് വന്നു. നിങ്ങളിവിടെ പുതിയ ആളാണോയെന്ന് ചോദിച്ചു. അതെ. ഭക്ഷണം വേണം മോനെ, വിശന്നിട്ട് ഞാൻ നിൽക്കുകയാണ്, നിൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഒരു ചുമരിൻ്റെ മതിലിൻ്റെ സൈഡിലൂടെ തണൽ പിടിച്ചിട്ട് ഇങ്ങനെ പോയി. എൻ്റെ ബാക്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ നേരെ നടന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഖുറൈശികളായ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ CCTVയിൽ കാണുന്നുണ്ട് ഇവർ പോണത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു കാലുമെന്ന് ചെരുപ്പ് ഊരിയെന്നാ. എന്നിട്ട് ആ വാറൊക്കെ ഒന്ന് പിടിച്ച് ഇങ്ങനെ നന്നാക്കി ചെരുപ്പൊക്കെ ഒന്ന് കൊട്ടി നോക്കി ശരിയാക്കി. നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞു. എന്നാൽ ആ ചെരുപ്പൊക്കെ നന്നാക്കാൻ വെയിറ്റ് ചെയ്യണ പോലെ നിന്നു. അപ്പോഴേക്കും CCTV പോയപ്പോൾ അലി റളിയല്ലാഹു അൻഹു മുമ്പോട്ട് നടന്നു.
വെരി 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 എന്ന് പറഞ്ഞു. ഫഅദ്ഖലനി അലാ റസൂലില്ലാ സ്വല്ലല്ലാഹു ഹബീബിൻ്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോയി നിർത്തി. ഇസ്ലാമിൻ്റെ ആദ്യത്തെ 3-ാമത്തെ വർഷമാണത് കേട്ടോ. 3 കൊല്ലാവുന്നുള്ളൂ. തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ട് എല്ലാം രഹസ്യമാണ്. അവിടെ തുടക്കത്തിൽ തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപനം ആദ്യത്തെ സമ്മേളനം നടത്തിയിട്ടില്ല. സ്വകാര്യമാണ്. വളരെ എക്സ്ട്രീം സീക്രസിയിൽ പിടിച്ചു നിന്നു. മഹാനായ അബൂദർ നിങ്ങൾ പറഞ്ഞ കേൾക്കണേ. ഞാൻ പുണ്യ ഹബീബിൻ്റെ ഹദറത്തിലേക്കാണ് ചെന്നപ്പോൾ ഫറഅയ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു ഹബീബിൻ്റെ മുഖം ഞാൻ കണ്ടു. ഞാൻ കണ്ടപ്പോൾ ഫഅറഫ്ത് അന്ന ഹാദാ ലൈസ ബിവജ്ഹി കദ്ദാബ്, ഇത് നുണ പറയുന്നൊരു മനുഷ്യൻ്റെ മുഖമല്ല. ഫഅല്ലമനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നു, എനിക്ക് ഹബീബ് ഭക്ഷണം തന്നു, എന്നെ കൂടെ ഇരുത്തി. ഞാൻ കലിമ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാം സ്വീകരിച്ചു. ഇത് ഹബീബിൻ്റെ ഒരു മുഅ്ജിസത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കണ്ടാൽ, അവിടുത്തെ മുഖം കണ്ടാൽ പറയും ഇത് നുണ പറയുന്ന ആളല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഖം അത് വിളിച്ചു പറയുന്ന അബ്ദുല്ലാഹിബ്നു സല്ലാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ജൂതന്മാരിലെ കാന ഹബ്റൻ മിൻ അഹ്ബാരിൽ യഹൂദ്, മദീനയിൽ താമസിച്ചിരുന്ന വലിയ ജൂതപണ്ഡി, അവിടുത്തെ റബ്ബായി എന്നൊക്കെ പറയില്ലേ ജൂതന്മാരിലെ, അങ്ങനത്തെ ആളായിരുന്നു അബ്ദുല്ലാഹിബ്നു സല്ലാം റളിയല്ലാഹു അൻഹു. മദീനയിൽ തങ്ങൾ വന്ന അന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖം കണ്ടപ്പോൾ പറഞ്ഞ വാക്കും ഇത് തന്നെയാണ്, വല്ലാഹി ലൈസ ഹാദാ ബിവജ്ഹി കദ്ദാബ്, ഇത് നുണ പറയുന്ന ആളല്ല. ഹബീബിൻ്റെ മുഖം കണ്ടുകൊണ്ട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഭയങ്കര ധൈര്യമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ കണ്ടത് വിളിച്ചു പറയും മഹാനവറുകൾ, മുഖത്ത് നോക്കി പറയും, ഒരു പേടിയുമില്ല. തങ്ങൾ പറഞ്ഞു അബൂദറേ, നിങ്ങൾ മദീനത്ത് നിൽക്കണ്ട, നിങ്ങൾക്ക് അടികൊള്ളൂ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് ബനീ ഗിഫാറിലേക്ക് തിരിച്ചു പോയിക്കൊള്ളണം. അല്ലാഹു എന്നെ ഹത്താ ഇദാ അദ്ഹറനില്ലാഹ് ഫൽഹഖ്നി ബിഹി, അല്ലാഹു തആല എനിക്കെങ്ങാനും ഈ ദീൻ പരസ്യമായി പറയാനുള്ള അനുമതി നൽകിയാൽ, അത് കേട്ടാൽ നിങ്ങൾ മക്കത്തേക്ക് വരണം, ഇവിടെ നിൽക്കണ്ട, പോയിക്കോ, നിങ്ങളുടെ നാട്ടിൽ ചെന്നിട്ട് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അബൂദർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഹബീബ് നിർത്തിയില്ല മക്കയിൽ. എന്തുകൊണ്ടെന്നറിയോ? പറ്റാത്തത് കൊണ്ടല്ല, സാഹചര്യം അനുകൂലമല്ല. ചില ആൾക്കാർ ഓവർ ആവേശക്കാരുണ്ടാവും. ചില കാര്യം കോൺഫിഡൻഷ്യലാണെന്ന് പറഞ്ഞാൽ അത് കോൺഫിഡൻഷ്യലാണ്. ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ് കൂടെ ആൾക്കാർക്ക് പേടിയാണ്. സർവ്വണ്ണം മൊബൈൽ ഓണാക്കിയിട്ടുണ്ടാവും. ആ രീതിയിൽ മെമ്പർമാർ തന്നെ. പിന്നെ എങ്ങനെ ചെയർമാന് കാര്യം പറയാൻ പറ്റുക? സെക്രട്ടറിക്ക് പ്രസിഡൻറ്റിന് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? പത്രക്കാർക്ക് കിട്ടുന്നതിന് മുമ്പ് പത്രക്കാർക്ക് മുമ്പ് ഇവരെ വിളിച്ചു പറയുകയും ചെയ്യും. തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളോട് ആരെങ്കിലും ചെവിയിൽ വന്നൊരു കാര്യം പറയുമ്പോൾ വഹുവ യൽതഫിതു യമീനം വശിമാല, നിങ്ങളോട് കാര്യം പറയുമ്പോൾ അയാൾ വലത്തും ഇടത്തും നോക്കുന്നുണ്ടെങ്കിൽ ഫഹിയ അമാന, ആ പറയുന്ന വാക്ക് അമാനത്താണ്. എന്തേ? ഒരാളും അറിയരുത് എന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് പറയാൻ പാടില്ല. അങ്ങനെ സ്വകാര്യം കൈവിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ആളുകളെ സെക്രട്ടറി എന്ന് പറയുള്ളൂ. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സീക്രട്ട് സൂക്ഷിക്കുന്ന ആളാ. ആ പണിക്ക് മുമ്പ് പറ്റില്ലെങ്കിൽ ഒരു സെക്രട്ടറി അല്ലാന്ന്. സീക്രട്ടാണ്, അമാനത്താണ്. അത് സൂക്ഷിക്കാൻ നമ്മൾ നിർബന്ധിതമാണ്. ഇദാ ദുയ്യിഅത്തിൽ അമാന, ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു കാലഘട്ടം വന്നാൽ ഫന്തളിറുസ്സാഅ, അന്ത്യനാൾ അവിടെ വന്നെടുക്കുമെന്ന് പ്രതീക്ഷിച്ചോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആർക്കും ആരും പറഞ്ഞത് ഫോൺ റെക്കോർഡ് ചെയ്യോ, ഇല്ലെങ്കിൽ ഈ വോയിസ് ആർക്കെങ്കിലും തട്ടിക്കളയുമോ, അല്ലെങ്കിൽ ആരുടെയും ഒരു മനുഷ്യനോട് പറയാൻ പറ്റില്ലല്ലോ. ഒരു മനുഷ്യനോടൊരു കാര്യം മനസ്സമാധാനത്തോടെ സംസാരിക്കാൻ പറ്റാത്ത കാലം അങ്ങനെ വരുന്നത് അപകടമാണ്. ഇത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഹബീബാ നബി തങ്ങൾ താക്കീത് ചെയ്ത ചില വിഷയങ്ങളാണ്. നിങ്ങൾ അമാനത്ത് സൂക്ഷിക്കണം. ചില കാര്യങ്ങളെ കോൺഫിഡൻഷ്യലാക്കി വെക്കാൻ ഓരോരുത്തരും, പ്രത്യേകിച്ച് സമൂഹത്തെ ബാധിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തെ ബാധിക്കുന്ന വിഷയം, അതെല്ലാവരും കയറി ഇറങ്ങാനുള്ളതല്ല. അതിനൊക്കെ ചില പ്രോട്ടോക്കോളുകളുണ്ട്, അത് പാലിക്കണം. അത് ഇസ്ലാമാണ്. വഹുവ യൽതഫിതു യമീനം വശിമാല, നിങ്ങളോടൊരു കാര്യം പറയുന്ന ആൾ വലത്തോട്ടും ഇടത്തോട്ടും നോക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ ഇനി ഈ ആരോടും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ തന്നെ അത് അമാനത്താണ്. പിന്നെ പറയരുതെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടെന്ന് പറഞ്ഞേക്കണം, എന്നാലും ഞാൻ എന്നോട് പറയട്ടോ. പെണ്ണുങ്ങൾ പറയും എടിച്ചറിഞ്ഞോ? ഇല്ല പെണ്ണേ, പിന്നെ ആരോട് പറയണ്ടെന്ന് എന്നോട് പറഞ്ഞതാണ്, ഏറ്റവും സീക്രട്ട് പൊളിക്കരുത് ഓലെ ഒരാളോട് പറയും, തീർന്ന്. പിന്നെ കേട്ടതാവില്ല മറ്റടുത്താളോട് പറയാം, അയാൾ കേട്ടതാവില്ല അടുത്താളോട് പറയുന്നത്.
ദുയ്യഅത്തിൽ അമാന, അമാനത്ത് നഷ്ടപ്പെടുകയാണ്. തങ്ങൾ പറഞ്ഞു, അബൂദർറ ഇത് അമാനത്താണ്, അതുകൊണ്ട് ഈ അമാനത്ത് നമ്മളിപ്പോൾ ഉറക്കെ വിളിച്ച് പറയാൻ പോകുന്നില്ല. പ്രശ്നങ്ങളുണ്ട്. എന്തേ? വെറുതെ അടികൊള്ളേണ്ടി വരും. ഖുറൈശികൾ കരുത്തുള്ള ആളുകളാണ്. അവർ ഭയങ്കരമായ അവരുടെ ആശയം ബഹുദൈവാരാധനയാണ്. അതൊരു മതമായിട്ട് പോലും അന്ന് കണക്കാക്കപ്പെടുന്നില്ല എന്നാ. ഒരു മതമില്ലായിരുന്നു, ബഹുദൈവാരാധകര, പക്ഷെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് അവർ മുസ്ലിമീങ്ങളെ തല്ലും, അവരക്രമിക്കും, അവർ ടോർച്ചർ ചെയ്യും. അതുകൊണ്ട് അബൂദർറെ മക്കയിൽ നിൽക്കല്ലേ, നിങ്ങൾ പൊയ്ക്കോ. അബൂദർ പൊന്നാര നബിയെ ഇത് വിളിച്ച് പറയാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. തങ്ങളുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങുകയാണ്. ചായല്ല, തങ്ങളടുത്ത് എന്തോ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കഅബത്തിന്റെ നടുമുറ്റത്ത് വന്ന്, യാ മാശറ ഖുറൈശ്, ഖുറൈശികളെ കേൾക്കണോ, ആമൻതു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി. അത വരുന്ന് പുലിക്കുട്ടികൾ വന്നിട്ട് മഹാനവറുകളെ അടിച്ച് പ്രഹരിച്ച്, ഖുറൈശികളായ തീവ്ര പക്ഷക്കാരായ ആളുകൾ മഹാനവറുകളെ അടിച്ച് താഴെയിട്ടു. ആ സമയത്ത് അവിടെ ഒരു അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വേറൊരാളുണ്ട്, തങ്ങളുടെ വല്ലിപ്പല്ല, അവർ മരിച്ചു. വേറൊരു അബ്ദുൽ മുത്തലിബ് ഉണ്ട്, അബ്ബാസ് എന്നവർ, റസൂലുള്ളാഹി തങ്ങളുടെ എളാപ്പ. ഇവർ രണ്ടുപേരും ഓടി വന്ന് മഹാനായ അബൂദർ തങ്ങളുടെ ദേഹത്തേക്ക് അങ്ങോട്ട് വീണു. അടിക്കല്ലി, നീ മനുഷ്യരടിക്കരുത്, നമ്മുടെ നാട്ടുകാരനല്ലല്ലോ, ഈ മനുഷ്യനെ നിങ്ങൾ പ്രഹരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരടിക്ക് നിർത്തി. അപ്പോൾ തങ്ങൾ പറഞ്ഞ അബൂദർ ഈ പണിക്ക് പോകല്ലേ എന്ന് പറഞ്ഞതാ. പക്ഷേ അദ്ദേഹം ആവേശം കൊണ്ടത് ചെയ്തു പോയി. അവിടെ പ്രകൃതി അങ്ങനെയാണ്. അതുകൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ മോശക്കാരനൊന്നും പറയാൻ പാടില്ല. അവരുടെ ചില ജിബില്ലത്തുകൾ, ചില മനുഷ്യരുടെ പ്രകൃതി അങ്ങനെ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ ഒരു ഗൗരവത്തിലേക്ക് കാണേണ്ടതുള്ളൂ. മിണ്ടാണ്ടങ്ങനെ ഇരുന്നിട്ടോ. അങ്ങനെ അടിൻ്റെ ആ ഒരു ഇതൊക്കെ പോയപ്പോൾ കണ്ണൊക്കെ തുറന്നു വീണ്ടും എണീറ്റുന്നു. ഖുറൈശികളെ, മുഹമ്മദ് നബി എന്താണോ പ്രചരിപ്പിക്കുന്നത് അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, വല്ലാഹി അന മുസ്ലിം. അത വരുന്നു അടുത്തൊരു സംഘം. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ മുഴുവനും പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നാര ചങ്ങാതിമാരെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ മനുഷ്യനെ തൊട്ടാൽ, അദ്ദേഹം അവിടുത്തെ സാമ്പത്തിക രംഗത്തെ ഒന്ന് അറ്റാച്ച് ചെയ്തു ഈ വിഷയത്തിലേക്ക്, നിങ്ങൾക്കിനി കച്ചവട യാത്ര സിറിയയിലേക്ക് പോകേണ്ടി വരും. അത് ബനൂ ഗിഫാറിൻ്റെ മുറ്റത്തുകൂടെയാണ് നിങ്ങളെ യാത്രാ സംഘം പോവുക. അവർ നിങ്ങളെ പിടിച്ച് പകരം വിട്ടും, അതുകൊണ്ട് തൊടണ്ടെന്ന് അപ്പം അവർ വിട്ടു. എന്നാൽ ഞാൻ പോവാണ് നബിയെ. അങ്ങനെ അബൂദർ റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്നു സ്വന്തം സമൂഹത്തെ മുഴുവനും അവരെയൊക്കെ മഹാനവറുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. വലിയൊരു സംഘം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വാക്ക് കേട്ടിട്ട്. യാ അല്ലാഹ്. പിന്നെ കടന്നു വരുന്നുണ്ട് മഹാനായ തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ എളാപ്പാൻ്റെ മോനാ തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ നേതാ. അദ്ദേഹം വരുമ്പോഴും ഖുറൈശികൾ ഇതേ കാര്യം പറഞ്ഞു. മക്കയിലേക്ക് വരുമ്പോഴേ അവിടെ എങ്ങാനും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നടത്തുന്ന ഒരു മനുഷ്യനെ കാണും. അദ്ദേഹം മജീഷ്യനാണ്, മാരണക്കാരനാണ്, പറഞ്ഞത് സംഭവിക്കും, നിൻ്റെ മൈൻഡൊക്കെ ഖറാബാകും, അതുകൊണ്ട് കേൾക്കാൻ നിൽക്കരുതേ. മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെവിയിലൊക്കെ ഇങ്ങനെ കേൾക്കാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് തവാഫ്, ഇങ്ങനെ അന്ന് ഒരു തവാഫും ഹജ്ജൊക്കെ അന്നുണ്ടല്ലോ, ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ മനോഹരമായ ഖുർആൻ ഓതുന്നുണ്ട്. അത് കേട്ടപ്പോൾ മഹാനവറുകൾ ചെവിയുന്നതൊക്കെ അറബി ഭാഷയിൽ ഇങ്ങനെ, ഇത് കവിതയല്ല, കാവ്യമല്ല, ഇത് എത്ര മനോഹരം, ഇതെന്താണ്, ഇത് മനുഷ്യന് പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം അറബി സാഹിത്യകാരനാണ്. മഹാനവറുകൾ ചെവി ഞങ്ങളെടുത്തു, തങ്ങളെടുത്ത് പോയിരുന്നു. കുറേ തങ്ങളവിടെ നിന്ന് നിസ്കരിക്കും. തങ്ങൾക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, മക്കയിലായിരുന്നു. നിസ്കാരം നിർബന്ധമായത് ഇസ്രാ മിഅ്റാജിനാണ്. അതായത് ഹിജ്റ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നത് ഇസ്രാ മിഅ്റാജിൻ്റെ ശേഷമാണ്. പക്ഷേ തങ്ങൾക്ക് നിസ്കാരമുണ്ട്. സ്വല്ലല്ലാഹു തങ്ങൾക്ക് നിസ്കാരം, സുന്നത്തായ നിസ്കാരം പകലുണ്ട്. രാത്രിയിലെ ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് തങ്ങൾക്ക് നിർബന്ധമായിരുന്നു. നമുക്ക് സുന്നത്തുള്ളൂ, തങ്ങൾക്കത് വാജിബായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നു. ആ സമയം സ്വഹാബികൾക്ക് നിസ്കാരം അറിയില്ല. ആ സമയം ഹബീബായ നബി തങ്ങളുടെ നിസ്കാരം നടക്കും കഅബൻ്റെ മുമ്പിൽ. ആ നിസ്കാരത്തിൻ്റെ ഓത്തിൻ്റെ മധുരിമയിൽ തുഫൈൽ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു, ഹബീബിൻ്റെ കൂടെ കൂടി. ഹബീബായ തങ്ങൾ ചോദിച്ചറിഞ്ഞു. മഹാനായ തുഫൈൽ എന്നവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ദീൻ പറഞ്ഞു കൊടുത്തു. എന്താണിതെന്ന് ചോദിച്ചു. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ഖുർആനൊരു പ്രത്യേകത ഉണ്ടറിയോ? ഇപ്പോൾ അടുത്തൊരു ഇസ്ലാമിക ദാഴി അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹം ഒരു റിവേർട്ട് മുസ്ലിമാണ്, അമേരിക്കക്കാരാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു വലിയൊരു സദസ്സിനെ അഡ്രസ്സ് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു, നിങ്ങളിൽ
മൂസ നബിയെ പ്രവാചകനായി അംഗീകരിക്കുന്ന ആളുകളൊന്ന് കൈവെക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ജൂതന്മാരൊക്കെ കൈവെക്കി. മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം മഹാത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണ് മൂസാ നബി ഇസ്ലാമിൻ്റെ വടി, മൂസാ നബിയുടെ പ്രകാശിക്കുന്ന കൈ, പിന്നെ ആ എക്സോഡസ് നടന്നപ്പോൾ കടൽ പിളർന്നത്, പാറയിൽ നിന്ന് വെള്ളം ഒഴുകിയത്, ഒരുപാട് മുഅ്ജിസത്തുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഓ ഉണ്ട് 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 ഉണ്ട്. ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം അത്ഭുതങ്ങൾ ചെയ്ത, മിറക്കിൾസ് പ്രാക്ടീസ് ചെയ്ത പ്രവാചകനാണ്. നിങ്ങൾ ആരെങ്കിലും മൂസ നബിയുടെ മിറക്കിൾ എന്തെങ്കിലും കണ്ടവരെവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളാരും കണ്ടിട്ടില്ല, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ. ഈസാ നബിയെ പ്രവാചകനായി അംഗീകരിക്കുന്ന ആളുകൾ ഒന്ന് കൈവെക്കണം. അപ്പോൾ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ആദ്യം മൂസാ നബിനെ എല്ലാവരും കൈവെക്കും. മൂസാ നബിയെ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും വിശ്വസിക്കും. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അപ്പോൾ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും. അപ്പോൾ ക്രിസ്ത്യാനികളോട് ഈസാ നബി മഹാത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. മിറക്കിൾസ് ഉണ്ട്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അന്ധർക്ക് കണ്ണ് കാണാത്തവർക്ക് കണ്ണ് കൊടുത്തു, കുഷ്ഠരോഗം സുഖപ്പെടുത്തി, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തി, മരിച്ചവരെ ജീവിപ്പിച്ചു. ഇതൊക്കെ ഈസാ നബി ചെയ്തതാണ്. വിശുദ്ധ ഖുർആൻ സാക്ഷ്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. മുസ്ലിമീങ്ങളോട് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, മുഅ്ജിസത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ആ മുഅ്ജിസത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതാണത്? പരിശുദ്ധ ഖുർആൻ. നമ്മുടെ മുമ്പിൽ ഹബീബായ തങ്ങൾ ജീവിച്ചിരിപ്പില്ല, ശരിയാണ്, അവിടുത്തെ ജസദോടുകൂടെ. നമ്മുടെ മുമ്പിൽ ഈ ലോകത്ത് കാണാൻ ഹബീബിനെ കാണുന്നില്ല. പക്ഷേ ഹബീബിൻ്റെ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ഇത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഖുർആനിൻ്റെ പാരായണം അത്ഭുതമാണ്, അതിൻ്റെ അക്ഷരങ്ങൾ അത്ഭുതമാണ്, അതിൻ്റെ ആശയം അത്ഭുതമാണ്, അതിൻ്റെ സ്ട്രക്ചർ അത്ഭുതമാണ്, അതിലെ മറ്റ് പ്രവചനങ്ങളും മറ്റു കാര്യങ്ങളും ഖുർആൻ കേൾക്കുന്നത് മഹാത്ഭുതമാണ്. ഒരു മനുഷ്യനും ഇത് കൊണ്ടുവരാൻ കഴിയില്ല. ഒരറബിയെ കൊണ്ടോ ഒരു സാഹിത്യകാരനെ കൊണ്ടോ ഖുർആൻ പോലത്തോ അരവരി എഴുതാനോ പറയാനോ ഉണ്ടാക്കാനോ കഴിയില്ല. അത് അറബ് സാഹിത്യം പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ് ആശയം വളരെ എളുപ്പമാണ്. നമ്മൾ ആ ആശയത്തെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ചാട്ടെ. ഖുർആൻ ചെയ്ത പോലെ പാരായണം ചെയ്യാനും ഓതാനും കഴിയുന്നൊരു ഭാഷ, അത് ഖുർആനെ കൊണ്ടല്ലാതെ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതമാണ്. ആ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട് എന്നത് ഹബീബായ നബി തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മുഅ്ജിസത്ത് നമ്മൾ കാണുകയാണ്. മനച്ചാഹുൽ ഖുർആൻ ഫകഅന്നമാ റഅ മുഹമ്മദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഒരാൾക്ക് കിട്ടിയാൽ പുണ്യനബിയെ നേരിൽ കണ്ടതുപോലെയാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുഫൈലു ദൗസി അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. തങ്ങൾ പറഞ്ഞു, തുഫൈലെ നിങ്ങൾ ഇവിടെ നിൽക്കരുത്, പോയിക്കോണം, നിങ്ങളുടെ നാട്ടിലേക്ക് ബനി ദൗസിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം നബി തങ്ങൾക്കറിയാം അദ്ദേഹത്തെ ആവേശക്കാരനാണ്. അബൂദർ തങ്ങൾ ചെയ്ത പോലെ ചെയ്യും. അപ്പോൾ അതിനിപ്പോൾ സമയമായിട്ടില്ല. ഇൻ ലഹറനില്ലാ ഫൽഹഖ്നി ബിഹി, എങ്ങാനും ഇസ്ലാം പ്രചരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം. അപ്പോൾ മഹാനവൾ പറയാണ്, ഇതൊരു അത്ഭുതമാണ് കേട്ടോ. ഞാൻ ഹബീബിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, മക്കയിലാണ്, ആദ്യത്തെ 3-ാമത്തെ കൊല്ലാണിത്. തങ്ങൾ ദഅവത്ത് കിട്ടി ഖുർആൻ ഇറങ്ങിയിട്ട് 3 കൊല്ലാവുന്നുള്ളൂ. ആ സമയത്താണ് മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയാ, എൻ്റെ നെറ്റിയിൽ അള്ളാഹു എനിക്കൊരു പ്രകാശം തന്നു. ഹബീബിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഞാൻ നാട്ടിലേക്ക് അൻഹത്തു മിനൽ ജബൽ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് കുന്നിൻ ചെരുവിന് ഇറങ്ങുമ്പോൾ എൻ്റെ നെറ്റിയിൽ ഭയങ്കരമായ പ്രകാശം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ, ഇത് ജനങ്ങൾ കണ്ടാൽ, അന്നത്തെ ജാഹിലിയ കാലല്ലേ, അവർ വിചാരിക്കും ഇയാൾക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണെന്നല്ല വിചാരിക്കുക. ഇയാൾക്ക് എന്തോ ഒരു അപകടം വല്ല പിശാച് ഒപ്പം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പടച്ചവനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫദഅഉതുല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞു, പടച്ചവനെ, എൻ്റെ ഹബീബിൻ്റെ നൂറ് എൻ്റെ നെറ്റിയിലേക്ക് നീ തന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, ഹബീബായ തങ്ങൾ നൂറായിരുന്നു എന്ന് പറയുന്നതിൽ പ്രകാശം അള്ളാഹു വലിയൊരു അത്ഭുതം ഹബീബിൻ്റെ ജസദിൽ വെച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഹയ്യാണ്, അവിടുന്ന് ജീവിച്ചിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ ഗർഭാശയത്തെ കുട്ടികൾ ജീവിക്കില്ല 10 മാസം. ഹബീബ് അവിടുത്തെ ഖബറിൽ ഹയ്യുൻ, നബിതങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിൻ്റെ അഖീദയാണ്. അശ്അരി മാതുരീദി അഖീദയുടെ മദ്ഹബ് ലോകം മുഴുവൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഹബീബായ തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. ഹയാത്തുൻ യലീഖു ബിഹി. അവിടത്തോട് പറയുന്ന സലാമുകൾ ഹബീബ് കേൾക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറുപടി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു. മനാമുകളിൽ ഹബീബ് കാണപ്പെടുന്നുണ്ട് സ്വല്ലല്ലാഹു. മനാമുകളിൽ, സ്വപ്നങ്ങളിൽ ഹബീബ് വരുന്നുണ്ട്. ചില ആളുകൾക്ക് ആശയങ്ങൾ അറിയിക്കുന്നുണ്ട്, ചില ആളുകൾക്ക് തിരുത്തലുകൾ കൊടുക്കുന്നുണ്ട്, ചില ആളുകൾക്ക് താക്കീതുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഹബീബ് നടത്തുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ സംഭവങ്ങളുണ്ട്. അശ്അരി മദ്ഹബിൽ
വളരുകയും പഠിക്കുകയും ചെയ്ത അള്ളാഹുവിൻ്റെ വലിയായിരുന്ന മഹാനാൻ നൂറുദ്ദീനു സങ്കി റഹ്മത്തുള്ളാഹി തആല അലൈഹി. നൂറുദ്ദീനു സങ്കി തങ്ങൾക്ക് സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ ഗുരുനാഥനാണ്. അവർ പണ്ഡിതന്മാരാണ്, വെറുമൊരു യോദ്ധാവല്ല. ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനത്തിന് വേണ്ടി ഹെത്വീൻ യുദ്ധത്തിന് പടനയിച്ച മഹാനാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ. അവരുടെ മുൻഗാമിയും അതിനുവേണ്ടി എല്ലാം കളമൊരുക്കിയിട്ടാണ് മഹാനായി നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം അള്ളാഹിൻ്റെ വലിയാണ്. അള്ളാഹിൻ്റെ റസൂൽ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തൊരു സംഭവമുണ്ട്. മദീന പള്ളിയുടെ തൊട്ടിപ്പുറത്തെ ഹുജറത്തു റസൂലില്ല, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ താമസിച്ചിരുന്ന ആ ഹുജറയുടെ അരികത്ത് മുസല്ല വിരിച്ച് തുരങ്കുണ്ടാക്കി ഹബീബിൻ്റെ ശരീരം, അവിടുത്തെ പരിശുദ്ധമായ ശരീരം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി, അതെടുത്തു കൊണ്ടുപോകാൻ 3 ഫ്രഞ്ചുകളായിരുന്നവർ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ ഭാഗത്ത് നിന്ന് വന്ന ആൾക്കാർ, യൂറോപ്യരായ ആളുകൾ, കറുത്തവർഗക്കാരായിരുന്നു. നിറം എന്താ നമുക്കറിയില്ല. അവിടുത്തെ മഹാനവറുകൾ സ്വപ്നത്തിൽ കാണാം, അൻഖിദ്നി മിൻ ഹൗലാ. നൂറുദ്ദീൻ സങ്കി ഹബീബായ നബി തങ്ങൾ ബഅദ സുലുസിൽ അഖീർ, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിൽ, സുബഹിൻ്റെ തൊട്ടുമുള്ള സമയം, ഈ 2 ആളുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. മഹാനായ നൂറുദ്ദീൻ തങ്ങൾ ഉറക്കത്തിന് എഴുന്നേറ്റു. അള്ളാഹിൻ്റെ റസൂലാണ് ഈ പറയുന്നത്. അദ്ദേഹം കിടക്കുന്നത് ഇവിടെ ഷാമിലാണ്, സിറിയയിലാണ്. മദീന ഇവിടെ. കിടന്നുറങ്ങി. വീണ്ടും 2ാമത്തെ ദിവസവും അത് തന്നെ മുത്തവാത്തിറായ സംഭവം, താരീഖിൻ്റെ ആലിമ്യങ്ങൾ മുഴുവൻ ഉദ്ധരിക്കും. 3ാമത്തെ ദിവസവും ഇത് 2 ആളെ കാണിച്ചു കൊടുത്തു. ഇവ 2 ആളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ. മഹാനായ നൂറുദ്ദീൻ സങ്കിക്ക് മദീനയിലെ ഗവർണർക്ക് വിളിച്ചു പറയാം, വിഷയം അറിയിക്കാം, കത്തെഴുതാം. അതിനൊന്നും കാത്തിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ തന്നെ പോകണം. അങ്ങനെ മദീനയിലേക്ക് മഹാനവർ യാത്ര തിരിച്ചു. ഇതൊക്കെ ഞങ്ങൾ വഫാത്തായിട്ട് എത്ര നൂറുകണക്കിന് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. 500-ലേറെ കൊല്ലങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് വന്നു നൂറുദ്ദീൻ സങ്കി തങ്ങൾ. എന്നോട് പറഞ്ഞു, മദീനയിലെ അമീറിനെ വിളിച്ചു, ഈ മസ്ജിദിൻ്റെ ചുറ്റുമുള്ള ആളുകളെ മുഴുവനും ഞാൻ ഇന്ന് വിരുന്ന് കൊടുത്ത് സൽക്കരിക്കും, എനിക്ക് മുഴുവൻ ആളുകളെയും കാണണം, എല്ലാവരെയും കൊണ്ട് വിളിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അമീറല്ലേ, ഖലീഫയല്ലേ വന്നിക്കണത്, എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഖലീഫ സമ്മാനം കൊടുക്കല്ലേ. എല്ലാവരും വന്നു. അപ്പം അങ്ങ് ചോദിച്ചു അമീറിനോട്, നൂറുദ്ദീൻ സങ്കി തങ്ങൾ എല്ലാവരും മുഖത്തെ 2 ആളെ മുഖം ഹബീബ് തങ്ങൾ കാണിച്ചു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഖം ഇങ്ങനെ നോക്കി, എല്ലാവരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാവരും ഉണ്ട് യാ ഖലീഫത്തൽ മുസ്ലിം. ഇല്ല, ഇവിടെ വരാത്ത ആളുകൾ ആരാണ്? ഇനിയും നോക്കൂ, പള്ളിയിൽ ആളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു പന്തൽ കെട്ടി ഇവിടെ മുസല്ല വിരിച്ച് 2 ആൾ ഇരിക്കുന്നുണ്ട്. ഒരു ഭയങ്കര ഇബാദത്താണ്. ഇത് അത്ഭുതം എന്താണെന്നറിയോ? ഇവർ നെറ്റിയിൽ നിസ്കാരത്തഴമ്പുണ്ടായിരുന്നു ഈ 2 ആളുകൾക്ക്. ഇതൊക്കെ വലിയ പരീക്ഷണങ്ങളാണ്. ദീനിൽ ചില വിഷയങ്ങളുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകനായ മനുഷ്യൻ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി അല്ലേ? അല്ല, ആരാ? അലി റളിയല്ലാഹുവിനെ കൊന്ന ആ ഒരു ഫരീഖിൻ്റെ ആള്, അദ്ദേഹം അബൂ ലുഅ്ലുഅത്തല്ലേ? ഉമർ അള്ളാഹുനുവിൻ്റെ, അലി റളിയല്ലാഹുവിൻ്റെ ഘാതകൻ്റെ പേരെന്താന്ന് നോക്കി, നമ്മൾ ഇപ്പോൾ കേൾക്കണമല്ലോ, മറന്നുപോയി. അദ്ദേഹം വഫാത്തായത് അല്ലാമ ദഹബി അടക്കമുള്ള, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളടക്കമുള്ള റിജാലിൻ്റെ സിഖാത്തുകൾ പരിശോധിക്കുന്ന മഹാന്മാർ, തർജ്ജമ എന്ന് പറഞ്ഞാൽ പരിഭാഷപ്പെടുത്തുന്നതല്ല, ആളുടെ ബയോഗ്രഫി രേഖപ്പെടുത്തുന്ന ആലിമീങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടൊരു അത്ഭുതമുണ്ട്. അബ്ദുറഹ്മാനുൽ മുൽജിം എന്ന് പറയുന്ന ഈ മനുഷ്യൻ നീണ്ട താടിയും കാലിൻ്റെ ഞെരിയാണിൻ്റെ മീതെ നിസ്ഫുസാക്ക് എന്ന് പറയും, കാലിൻ്റെ പകുതിയിൽ വസ്ത്രം ധരിച്ച് നിസ്കാരത്തഴമ്പുണ്ടായി നടന്നിരുന്ന മനുഷ്യനായിരുന്നു അബ്ദുറഹ്മാനുൽ മുൽജിം.